നമസ്കാരം. 1980 ജൂൺ 23 രാത്രി 9:30 മണിയാണ്. ചെറിയ തോതിൽ ചാറ്റൽ മഴ പെയ്യുകയാണ്. ശക്തമായ ഒരു മഴ പെയ്തതിൻ്റെ അവസാനമുള്ള ആ ചാറ്റൽ മഴയിലൂടെ ടോമി അയാളുടെ വാഹനം നിർത്തിയിട്ട് വീടിനകത്തേക്ക് ഓടിക്കയറി. വീടിൻ്റെ വാതിൽ ആ സമയത്ത് മലർക്കെ തുറന്നു കിടക്കുകയാണ്. വീടിനകത്തേക്ക് ഓടിക്കയറുമ്പോൾ തന്നെ ടോമി ഉറക്കെ വിളിക്കുന്നുണ്ട്, ഏയ് മെർലിൻ, ഇതെന്താ വാതിൽ തുറന്നിട്ടിരിക്കുന്നേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കിടന്ന ടോമി ആ പ്രധാന ഹാളിൽ നിന്ന് നടന്നെത്തിയത് ഡൈനിങ് ഹാളിൻ്റെ സമീപത്തേക്കാണ്. സാധാരണ അവിടെയാണ് ആ സമയത്ത് മെർലിൻ ഉണ്ടാകുക. അവിടെ എത്തിയ ടോമി പെട്ടെന്ന് നിന്നു പോവുകയാണ്. അവിടെ മെർലിൻ കിടക്കുന്ന കാഴ്ചയാണ് ടോമി കണ്ടത്. ടോമി ഓടി മെർലിൻ്റെ അടുത്തെത്തുമ്പോൾ അയാൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. മെർലിൻ്റെ വായിക്കുഴി നുരയും പതയും പുറത്തേക്ക് വരുന്നു. ഏയ് മെർലിൻ, മെർലിൻ! ടോമി മെർലിനെ കുലുക്കി വിളിച്ചെങ്കിലും മെർലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റിയാക്ഷൻ ഉണ്ടായില്ല. അയാൾ പെട്ടെന്ന് ബെഡ്റൂമിലേക്ക് ഓടിക്കയറുമ്പോൾ അവിടെ അയാളുടെ 2 മക്കളും അതേ അവസ്ഥയിൽ കിടക്കുകയാണ്. അവരുടെയും വായിൽ നിന്ന് നുരയും പതയും ഒഴുകിയിറങ്ങിയിട്ടുണ്ട്. അവരെയും ടോമി കുലുക്കി വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു അനക്കവും കാണാത്തതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയ ടോമി ഉറക്കെ വിളിച്ചു കൂവിയതും സമീപത്തുള്ള വീടുകളിൽ നിന്ന് ഏതാനും ആളുകൾ അവിടേക്ക് ഓടി വന്നു. അവരെല്ലാവരും ചേർന്ന് ആ 3 ആളുകളെയും ടോമി വന്ന കാറിലേക്ക് എടുത്തു കയറ്റി അതിവേഗം ആലുവയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ആ വാഹനം മൂവ് ചെയ്യുമ്പോൾ തന്നെ ടോമിയുടെ വീടിൻ്റെ സമീപത്ത് തടിച്ചുകൂടിയ ആളുകൾ പരസ്പരം ഒരു കാര്യം സംസാരിക്കുകയാണ്. ഏയ്, നിങ്ങളത് ശ്രദ്ധിച്ചായിരുന്നു? എന്താ, ടോമിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു അനക്കവും ഇല്ല. നീ എന്താ പറയുന്നത്? ഒരാൾ പെട്ടെന്ന് തട്ടിക്കയറി ചോദിച്ചതും അയാൾ അവരോട് പറഞ്ഞു, ഞാനിവിടെ ചേർന്നാണ് ബോഡി ആ കാറിനകത്തേക്ക് എടുത്ത് കയറ്റിയത്. ബോഡി നന്നായി തണുത്തിട്ടുണ്ട്. ഏയ്, നീ പറഞ്ഞു വരുന്നത്? എനിക്ക് തോന്നുന്നത് അവർക്ക് ജീവനില്ലെന്നാണ്. നാട്ടുകാർ ടോമിയുടെ ഭാര്യയും മക്കളും ഏതാണ്ട് തണുത്തുറഞ്ഞ രീതിയിലാണ് ആലുവ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നതെന്ന് പറയുമ്പോൾ പതുക്കെ പതുക്കെ ആ സംഭാഷണം ആ 3 പേരും മരിച്ചു പോയിരിക്കാം എന്ന ഒരു കാര്യത്തിലേക്ക് എത്തുകയാണ്. ഈ സംഭവവികാസങ്ങൾ അറിയാതെ ടോമിയും കൂടുതലുള്ള ആളുകളും അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ അവരെ എത്തിച്ചതും അതിവേഗം ഡോക്ടർ ആ 3 പേരുടെയും അടുത്തെത്തി. ആ 3 പേരെയും പരിശോധിച്ച ആ നിമിഷം തന്നെ ഡോക്ടർ ടോമിയോട് ആ കാര്യവും പറഞ്ഞു. അവർ 3 പേരും മരിച്ചിരിക്കുകയാണ്. അത് കേട്ട് അന്തം വിട്ട് നിൽക്കുന്ന ടോമിയോടായി ഡോക്ടർ പറഞ്ഞു, ഇവർ മരിച്ചിട്ട് ഏതാനും മണിക്കൂറുകളായി. ഡോക്ടർക്ക് ആ പൾസ് നോക്കിയപ്പോൾ തന്നെ ആ കാര്യം ബോധ്യമായിരിക്കുകയാണ്. ഈ സമയത്ത് ടോമിയുടെ വീടിന് മുന്നിലുണ്ടായിരുന്ന ആളുകൾ വിവരം ആലുവ സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചിരുന്നു. ഈ ടോമി ആലുവയിൽ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. ടോമിയും സഹോദരന്മാരും ചേർന്നിട്ട് ആലുവയിൽ റാണി സിൽക്ക് ഹൗസ് എന്ന പേരിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. അതിനു പുറമെ മറ്റൊരു ടെക്സ്റ്റൈൽ ഉണ്ട്. അതിൻ്റെ പേര് മഹാറാണി ടെക്സ്റ്റൈൽസ് എന്നാണ്. 3ാമത്തെ സ്ഥാപനം റാണി അംബർല മാർട്ടാണ്. 3ഉം അറിയപ്പെടുന്ന സ്ഥാപനങ്ങളാണ്. ശരിക്കും അറിയപ്പെടുന്ന ആ സ്ഥാപനങ്ങളിലെ നടത്തിപ്പുകാരനാണ് ടോമി. ആ ടോമിയുടെ ഭാര്യയും 2 കുട്ടികളുമാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. അവരെങ്ങനെ മരിച്ചിരിക്കാം? ആ ചോദ്യം ടോമിയുടെ വീടിന് സമീപത്ത് അപ്പോഴും നിൽക്കുന്ന ആളുകൾ പരസ്പരം ചോദിക്കുകയാണ്. വായിൽ നിന്ന് നുരയും പതയും വന്നത് അവർ കണ്ടിരുന്നു. അങ്ങനെ നുരയും പതയൊക്കെ വരുന്നത് വിഷം കഴിക്കുമ്പോഴാണ്. ആ 3 പേരും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തിരിക്കും. ആ ശരിയിൽ ആ നാട്ടുകാരുടെ സംഭാഷണം പെട്ടെന്ന് പല ദിക്കുകളിലേക്കും അങ്ങ് പടർന്നു തുടങ്ങി. ആ ഇൻഫർമേഷനും പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് പോലീസ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് ആലുവയിലെ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് തിരിക്കുന്നത്. ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലീസ് എത്തുമ്പോഴേക്കും ആ കാര്യം കൺഫേമാണ്. അറിയപ്പെടുന്ന പണക്കാരനും ബിസിനസ്സുകാരനുമായ ടോമിയുടെ ഭാര്യയും മക്കളും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അസ്വാഭാവികമായ മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ധാരണയോടുകൂടിയാണ് പോലീസ് ഹോസ്പിറ്റലിൽ എത്തിയത്. ഹോസ്പിറ്റലിൽ പോലീസ് എത്തുമ്പോൾ കരഞ്ഞ് തളർന്നു നിൽക്കുന്ന ടോമിയും അവനെ ആശ്വസിപ്പിക്കുന്ന സുഹൃത്തുക്കളും നാട്ടുകാരൊക്കെ ഉണ്ട്. വിവരമറിഞ്ഞ് ടോമിയുടെ അയൽപ്പക്കത്തുള്ള ഒത്തിരിയേറെ ആളുകൾ ആലുവ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിന് മുന്നിൽ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുകയാണ്. പോലീസ് എത്തുന്ന സമയത്ത് പോലീസ് അവർക്കിടയിലൂടെ ഹോസ്പിറ്റൽ അകത്തേക്ക് കടന്നു. ഡോക്ടറെ പോലീസ് സമീപിച്ചു. ഡോക്ടർ പോലീസ് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ടോമിയോട് പറയാത്ത ചില കാര്യങ്ങൾ ഡോക്ടർക്ക് പോലീസിനോട് പറയാനുണ്ടായിരുന്നു. പോലീസിനെ കണ്ടതും ഡോക്ടർ
അദ്ദേഹത്തിന്റെ പ്രാഥമിക നിഗമനങ്ങൾ പോലീസിനെ അറിയിച്ചു. ഞാൻ അവരെ 3 പേരെയും പരിശോധിച്ചായിരുന്നു. 3 പേരും വിഷം കഴിച്ചിട്ടാണ് മരിച്ചിരിക്കുന്നത്. ആ കാര്യം കൺഫേമാണ്. പക്ഷേ അവര് ആ വിഷം സ്വയം കഴിച്ചതല്ല. ഡോക്ടറുടെ പ്രാഥമിക നിഗമനം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ ടോമിയുടെ ഭാര്യയും മക്കളും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത അന്വേഷിച്ചാണ് യഥാർത്ഥത്തിൽ പോലീസ് ആ ഹോസ്പിറ്റലിൽ എത്തിയത്. പക്ഷെ അവിടെ എത്തിയ പോലീസിനോട് ആ 3 പേരെയും പരിശോധിച്ച ഡോക്ടർ പറയുന്നത് അവര് ആ വിഷം സ്വയം കഴിച്ചതല്ല എന്നാണ്. അല്ല, ഡോക്ടർ എന്താ അങ്ങനെ പറഞ്ഞത്? ആ 3 പേരും വിഷം കഴിച്ചതല്ല എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. അവരെ കൊണ്ട് ആരോ വിഷം കഴിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ വായിലേക്ക് ബലമായി വിഷം ഒഴിച്ചു കൊടുത്തതാണ്. അതിൻ്റെ ഒരു പ്രഷർ അവരുടെ മുഖത്ത് ദൃശ്യമാണ്. അവരുടെ 3 പേരുടെയും മുഖത്ത് അതിശക്തമായി ആരോ അമർത്തിയതിൻ്റെ കൈയടയാളം കാണാം. സ്വയം വിഷം കഴിക്കുന്ന ആളുകളുടെ മുഖത്ത് അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ മറ്റൊരു സാധ്യതയുള്ളത് ആ 2 കുട്ടികൾക്കും ആ മരിച്ച സ്ത്രീ മെർലിൻ വിഷം കൊടുത്തതിന് ശേഷം സ്വയം കഴിച്ചതാകാനാണ്. പക്ഷെ അതിൻ്റെ സാധ്യത അല്ല ഞാൻ കാണുന്നത്. കാരണം മെർലിൻ്റെ മുഖത്ത് ആരോ അമർത്തിപ്പിടിച്ചതിൻ്റെ വ്യക്തമായ പാടുകൾ കാണാം. അങ്ങനെ പറഞ്ഞ ഡോക്ടർ പോലീസിനെ ആ ബോഡികളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. നടന്നിരിക്കുന്നത് കൊലപാതകമാണ്. സ്വാഭാവികമായിട്ടും ഇൻക്വസ്റ്റ് നടപടികൾ പോലീസിന് അവിടെ വെച്ച് നടത്തേണ്ടി വരും. അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ആ നിമിഷത്ത് തന്നെ ആ വിവരം ഹയർ ഓഫീഷ്യൽസിനെ അറിയിച്ചു. ആലുവയിലെ അറിയപ്പെടുന്ന കുടുംബത്തിലെ 3 ആളുകളെ ആരോ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ആ വിവരം ഉന്നത ഉദ്യോഗസ്ഥർ അറിഞ്ഞതും എസ്ഐയും സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്തെത്തി. ടോമിയുടെ കുടുംബത്തിന്റെ മരണവിവരം ഈ സമയത്ത് ഡിവൈഎസ്പി ഉൾപ്പെടെ അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാഹനം അവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം വയർലെസ് മുഖേന അവിടെ അറിഞ്ഞതും പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് വരവിന് വേണ്ടി കാക്കുകയാണ്. അദ്ദേഹം കൂടി എത്തിക്കഴിഞ്ഞതും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഡോക്ടർ പറഞ്ഞ കാര്യം 100% ശരിയാണ്. ആ 3 ആളുകളുടെയും മുഖത്ത് ശക്തമായി ആരോ പ്രസ് ചെയ്തതിൻ്റെ അടയാളം നഗ്ന നേത്രങ്ങൾ കൊണ്ട് വിസിബിളാണ്. വായിലൂടെ ഒഴുകിയ നുരയും പതയും അവർ വിഷം കഴിച്ചതിൻ്റെ ലക്ഷണവുമാണ്. ആ 3 പേരുടെയും ബോഡിക്കും ഒരു പ്രത്യേകതയുണ്ട്. 3 പേരുടെയും ബോഡിയുടെ ആ രക്ത ഛായ മാറിയിട്ടുണ്ട്. ഒരു നീല നിറം അവരുടെ ബോഡിയിൽ ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. വിഷം ശരീരത്തിലേക്ക് കടന്നതിൻ്റെ ലക്ഷണമായിട്ട് അതിനെ ഡോക്ടർ പോലീസുകാരോട് പറയുകയും ചെയ്തു. വിഷം കഴിച്ചിട്ട് ഏതാനും മണിക്കൂറുകളായെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് അതിൻ്റെ ഫലമായിട്ട് പോലീസിന് ലഭിച്ചത്. ടോമി ആ വീട്ടിലെത്തുന്നത് 9:30 മണിക്കാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മരണം നടന്നു എന്ന് ഡോക്ടർ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ 3 ഏകദേശം ഒരു 7 മണിയോട് അടുപ്പിച്ചെങ്കിലും മരിച്ചിട്ടുണ്ടാകാമെന്നാണ്. ഡോക്ടറുടെ പ്രാഥമിക നിഗമനമാണ് ഡോക്ടർ പറഞ്ഞത്. കൃത്യസമയം അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തിയാലേ പറ്റത്തുള്ളൂ. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ക്രമീകരിക്കാനുള്ള നിർദ്ദേശം കൊടുത്ത ഡിവൈഎസ്പി ഉദ്യോഗസ്ഥരെ ടോമിയുടെ വീട്ടിലേക്ക് അയച്ചു. ടോമിയുടെ വീട്ടിൽ പോലീസ് എത്തുമ്പോൾ നാട്ടുകാർ ആ വീടിന് ചുറ്റുമുണ്ട്. അവിടെ നിന്ന് കൊണ്ടുപോയ 3 ആളുകളും മരിച്ചു എന്നുള്ള വിവരം ഇതിനിടയിൽ അവിടെ എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ആരും വീടിനകത്തേക്ക് കയറുന്നില്ല. സകലരും വീടിന് ചുറ്റും തന്നെ ഉണ്ട്. അവിടെ എത്തിയ പോലീസ് ആദ്യം ആ വീടിന് ചുറ്റും ഒരു റിബൺ കെട്ടി തിരിച്ചു. അവർ ആ ക്രൈം സീൻ ഏതാണ്ട് സെക്യൂർഡ് ആക്കുകയാണ്. അതിനുശേഷം വീടിനകത്ത് പരിശോധന നടത്താതെ പോലീസ് ആ വീടിന്റെ വാതിലടച്ച് പൂട്ടി. ഇപ്പോൾ സമയം ഏകദേശം രാത്രി 12 മണിയാണ്. പരിശോധനകളൊക്കെ നാളെ പകല് തുടങ്ങിയാൽ മതിയെന്ന് ഡിവൈഎസ്പി അവരോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ ശൈലിയിൽ ആ വീട് അടച്ചു പൂട്ടിയത്. 2 പോലീസുകാരെ അവിടെ കാവലിട്ടതിന് ശേഷം അവിടെ കൂടി നിൽക്കുന്ന നാട്ടുകാരോട് നാളെ അവരെല്ലാവരും അവിടെ വരണമെന്നുള്ള നിർദ്ദേശം കൊടുത്തതിന് ശേഷം പോലീസ് അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് മടങ്ങി. ഈ സമയത്ത് അവിടെ കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ആ വിവരം ഏതാണ്ട് അറിഞ്ഞിട്ടുണ്ട്. ആ വീട്ടിലെ ടോമിയുടെ ഭാര്യയും മക്കളും ആത്മഹത്യ ചെയ്തതല്ല, അവരെ ആരോ കൊന്നതാണ്. ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായി അത് പെട്ടെന്ന് ആ എല്ലാ സ്ഥലത്തും അങ്ങ് പരന്നു. ടോമിയുടെ ഭാര്യ മെർലിനെയും 8 വയസ്സുള്ള അവരുടെ മകൾ സോനയും 5 വയസ്സുള്ള മകൻ റാണയും ആരോ കൊന്നിരിക്കുകയാണ്. കൊല്ലപ്പെട്ടിരിക്കുന്നതിൽ 2 പേർ പിഞ്ചു കുട്ടികളാണ്. പിഞ്ചു കുട്ടികളോട് വൈരാഗ്യം തോന്നേണ്ട കാര്യം ഒരാൾക്കുമില്ല. ആ കുട്ടികളെ വരെ കൊലപ്പെടുത്തിയ ആ കാര്യം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആരായിരിക്കാം ഇത് ചെയ്തത്? ഒരാൾ ഒറ്റയ്ക്കാണോ അതോ ഒരു കൂട്ടത്തോടെയാണോ?
അനവധി ചോദ്യങ്ങൾ ആ രാത്രിയിൽ നാട്ടുകാർ പരസ്പരം പങ്കുവെക്കുമ്പോഴേക്കും സമയം അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വീടിന് മുന്നിൽ നിന്ന് ആളുകൾ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോഴേക്കും രാത്രി 2 മണി കഴിഞ്ഞിട്ടുണ്ടാവും. രാവിലെ 10 മണിയോടുകൂടി സർവ്വസന്നാഹങ്ങളുമായി പോലീസ് സംഘം വീണ്ടും എത്തി. ഫോറൻസിക് ടീമും ഡോഗ് സ്ക്വാഡും ഒക്കെ കൂടെയുണ്ട്. വിദഗ്ധ പരിശീലനം കിട്ടിയ ആ നായ് ആ വീടിനകത്തേക്ക് കയറി ആ വീടിൻ്റെ അകം മുഴുവൻ മണത്തതിന് ശേഷം അവിടുന്ന് പുറത്തേക്ക് ഓടിയ നായ്ക്ക് ആ വീടിൻ്റെ ഗേറ്റ് വരെ ഓടാനേ കഴിഞ്ഞുള്ളൂ. പിന്നീട് ഓടാൻ പറ്റുന്നില്ല. അകത്തുനിന്ന് പിടിച്ചെടുത്തുകൊണ്ടുന്ന മണവുമായി മുന്നോട്ട് പോകാൻ അതിന് പറ്റുന്നില്ല. അതിൻ്റെ കാരണം തലേദിവസം വൈകുന്നേരം 7 മണിക്കും 9 മണിക്കും ഇടയിലുണ്ടായ മഴയാണ്. രാത്രി 9:30 ടോമി വീട്ടിലെത്തുമ്പോൾ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. രാത്രി 2 മണിയോടുകൂടി നാട്ടുകാരൊക്കെ അവരുടെ വീട്ടിലേക്ക് മടങ്ങാനുള്ള കാരണവും ആ സമയത്ത് പെയ്ത മഴയാണ്. അതിശക്തമായ മഴ പെയ്തതുകൊണ്ട് പട്ടിക്ക് മണം പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ശൈലിയിൽ ആ ഭാഗത്തെ മണമെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയാം. ഡോഗ് സ്ക്വാഡിനെ കൊണ്ട് ഇനി കാര്യമില്ല എന്ന് അത് കണ്ടതും പോലീസിന് ഉറപ്പായി. ഈ സമയത്ത് ഫോറൻസിക് ടീം അകത്ത് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. ഫോറൻസിക് ടീം അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും പരിശോധിക്കുകയാണ്. ഡെഡ് ബോഡി കിടന്ന സ്ഥലം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ പോലീസിന് ഏകദേശ ധാരണയുണ്ടെന്ന് മാത്രം. മെർലിൻ വീണ് കിടന്നത് ഡൈനിങ് റൂമിലാണ്. നാട്ടുകാരിൽ ചിലർ മെർലിൻ വീണ് കിടന്ന ആ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തതും പോലീസ് ആ ചൂണ്ടിക്കാണിച്ച വ്യക്തിയോട് മെർലിൻ കിടന്നതുപോലെ ഒന്ന് കിടക്കാൻ ആവശ്യപ്പെട്ടു. അയാൾ അയാളുടെ ഓർമ്മയിൽ നിന്ന് ആ ശൈലിയിൽ അവിടെ കിടന്നതും അയാൾ കിടന്ന സ്ഥലത്ത് പോലീസ് ഒരു ഔട്ട്ലൈൻ വരച്ചു. അതുപോലെ തന്നെയാണ് അകത്ത് ബെഡ്റൂമിൽ തറയിലും ബെഡിലുമായി കിടന്ന ആ കുട്ടികൾ കിടന്ന ഭാഗത്തും പോലീസ് ഔട്ട്ലൈൻ അത് കണ്ട ആളുകളുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വരച്ചു. അവിടെ ഇപ്പോഴും അവരുടെ വായിന്ന് വീണ നുരയും പതയും തങ്ങി നിൽപ്പുണ്ട്. ഫോറൻസിക് ടീം ആ നുരയും പതയൊക്കെ ശേഖരിക്കുന്നുണ്ട്. അതിനു പുറമെ അവിടെ നിന്ന് കിട്ടാവുന്ന വിരൽ അടയാളങ്ങളും മറ്റ് അടയാളങ്ങളും ഒക്കെ ശേഖരിക്കാനുള്ള ഒരു തിടുക്കത്താണ് അവർ. അപ്പോഴാണ് അവർക്ക് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന ഒരു ഗ്ലാസ് കാണാൻ പറ്റിയത്. ആ ഗ്ലാസ് തലേ ദിവസം രാത്രി ഉപയോഗിച്ചതിൻ്റെ ഒരു സൂചന ഫോറൻസിക്കാർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നുകയുണ്ടായി. അവരത് കസ്റ്റഡിയിലെടുത്തു. അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിനകത്ത് വിരൽ അടയാളമുണ്ട്. ആ വിരൽ അടയാളം മെർലിൻ്റെയോ കുട്ടികളുടെയോ ടോമിയുടെയോ ആണെങ്കിൽ പിന്നെ ആ കേസിൽ ആ ഗ്ലാസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഉണ്ടാവില്ല. അവർക്ക് പകരം മറ്റാരുടെയെങ്കിലും വിരൽ അടയാളമാണ് അതിനകത്തുള്ളതെങ്കിൽ പോലീസ് പ്രതീക്ഷിക്കുന്ന കുറ്റവാളിയിലേക്ക് ഉള്ള ഒരു വഴിയായി ആ അടയാളം മാറും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ആ ഗ്ലാസ് അവർ കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് ആകെ ലഭിച്ച വിരലടയാളം അത് മാത്രമാണ് എന്നതാണ് സത്യം. ബാക്കി ആ മുറിയിൽ നിന്ന് പറയത്തക്ക ഒന്നും കിട്ടിയില്ല. ഫോറൻസിക് ടീമിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ആ ഡെഡ് ബോഡികൾ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാവുകയാണ്. പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടേഴ്സ് അവർക്കൊപ്പമുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട്. മെർലിൻ്റെ ബോഡിയാണ് ശരിക്കും പോലീസിന് ഗുണകരമായ ശൈലിയിൽ ചില ഇൻഫർമേഷൻ നൽകിയത്. മെർലിൻ്റെ പല്ലിൽ രക്തം പറ്റി പിടിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന് തൊട്ടു മുന്നേ മെർലിൻ ആരെയോ കടിച്ചിട്ടുണ്ട്. ആ കാര്യം മെർലിൻ്റെ വാ തുറന്ന് പോലീസിനെ കാണിച്ച ഡോക്ടർ അങ്ങനെ തന്നെ പറയുകയും ചെയ്തു. രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം മെർലിൻ നടത്തിയിട്ടുണ്ട്. ഒരു തവണയല്ല, ഒന്നിലധികം തവണ മെർലിൻ കടിച്ചതിൻ്റെ ഒരു സൂചന അവിടെ ആ വായിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടേഴ്സിന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ആ കാര്യം അങ്ങനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ അവർ ധരിപ്പിക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടേഴ്സിന് മറ്റു ചില കാര്യങ്ങൾ കൂടി കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. പോലീസിനോട് നേരത്തെ ആ ആദ്യ പരിശോധന നടത്തിയ ഡോക്ടർ സൂചിപ്പിച്ച അതേ കാര്യം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് ആവർത്തിച്ചു. ആ 3 പേരും മരിച്ചിരിക്കുന്നത് തലേദിവസം രാത്രി 7:30-നും 9:00-നും മധ്യയാണ്. കൃത്യമായി പറഞ്ഞാൽ 7:30-നും 8:00-നും ഇടയിലാകാനാണ് സാധ്യത കൂടുതൽ. അതിനൊപ്പം ഡോക്ടേഴ്സ് ഒരു കാര്യം കൂടി പറഞ്ഞു. 3 പേരുടെയും വാ വലിച്ചു തുറന്നതിന് ശേഷമാണ് അവരുടെ ഉള്ളിലേക്ക് വിഷം ഒഴിച്ചിരിക്കുന്നത്. വിഷം ഏതാണെന്നുള്ളൊരു സൂചനയും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് പോലീസിന് കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് ചെന്നിരിക്കുന്ന വിഷം സൈനൈഡ് ആയിരിക്കാനുള്ള സർവ്വസാധ്യതയുണ്ടെന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് പോലീസിനോട് പറഞ്ഞു. അതിൻ്റെ കാരണം മരണത്തിൻ്റെ വേഗതയാണ്. ശരീരത്തിനകത്തേക്ക് കടന്ന വിഷം അതിവേഗം പ്രവർത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ 3 പേരുടെയും ബോഡിയിൽ ആ നീല നിറം വളരെ വേഗം വ്യാപിച്ചത്.
കഴിച്ചിരിക്കുന്നത് സയനൈഡ് ആണോ എന്നറിയാൻ രാസപരിശോധന ഫലം കൂടി ലഭിക്കേണ്ടതുണ്ട്. ആ ഫലം ലഭിക്കുന്നതിന് മുന്നേ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സിനും പോലീസിനും ഏകദേശം ഒരു ധാരണയുണ്ട് കഴിച്ചിരിക്കുന്നത് സയനൈഡ് ആയിരിക്കുമെന്ന്. സ്വാഭാവികമായിട്ടും പോലീസ് സയനൈഡ് ആരാണ് കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ളതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഉത്തരം കിട്ടി. തട്ടാന്മാരാണ് സാധാരണഗതിയിൽ ഈ സയനൈഡ് ഉപയോഗിക്കുക. സ്വർണ്ണപ്പണിയിൽ അത് അനിവാര്യമാണ്. തട്ടാന്മാരുമായി ബന്ധമുള്ള ആരോ അല്ലെങ്കിൽ തട്ടാന്മാർ അവരായിരിക്കും ഈ കൊലപാതകത്തിന്റെ പിന്നിൽ. അങ്ങനെ ഒരു ധാരണയിലേക്ക് പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആ സമയത്ത് തന്നെ പോലീസ് എത്തിയെന്ന് പറയാം. എന്തായാലും ഒരു ഫുൾ നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുന്നേ ടോമിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ടോമിയുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ബിസിനസ് ബന്ധങ്ങൾ, അയൽക്കാർ ഇതെല്ലാം നിരീക്ഷിക്കേണ്ടതുണ്ട്. അവരിൽ ആരെങ്കിലും ആയിരിക്കും ഈ കടം കൃത്യം ചെയ്തത്. പോലീസ് ആ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി നേരെ എത്തിയത് ടോമിയുടെ വീട്ടിലേക്കാണ്. ഈ സമയത്ത് അവിടെ ഫോറൻസിക് ടീമും അവിടെയുള്ള പോലീസും അവിടുത്തെ ഏകദേശം അന്വേഷണം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന് പറയാം. 24-ന്റെ പകൽ തീരുമ്പോഴേക്കും പോലീസ് ടോമിയുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. അവരുടെ പേര്, അവരുടെ അഡ്രസ്സ്, അവരും ടോമിന്നുള്ള ബന്ധം അതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. അവരെ മുഴുവൻ ചോദ്യം ചെയ്താലേ പ്രതിയിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ പ്രതികളിലേക്ക് എത്താൻ പറ്റും. ആ വിവരശേഖരണം അങ്ങനെ നടക്കുമ്പോൾ പോലീസിന് ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. എന്തിനായിരിക്കാം ആ കൊലപാതകം നടത്തിയത്? മോട്ടീവ് കണ്ടുപിടിക്കണമല്ലോ. മോഷണം നടത്താൻ വന്ന കള്ളന്മാരാരെങ്കിലും അവരെ കൊലപ്പെടുത്തിയതാണോ? അങ്ങനെ ഒരു കാര്യം ഉറപ്പിക്കണമെങ്കിൽ ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോയോ എന്നുള്ള കാര്യം അറിയണം. അതിനെക്കുറിച്ച് മറുപടി പറയാൻ കഴിയുന്ന ഏക വ്യക്തി ടോമിയാണ്. ടോമിയാണെങ്കിൽ ഭാര്യയും 2 കുട്ടികളും കൊല്ലപ്പെട്ടതിൻ്റെ ഷോക്കിൽ ശരിക്കും തരിച്ചു നിൽക്കുകയാണ്. അയാൾ ഒന്നും മിണ്ടുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ടോമിയോട് പോലീസ് ഒന്നും ചോദിച്ചില്ല. ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ടോമിയോട് ആ കാര്യം സംസാരിക്കാമെന്ന ധാരണയിലേക്ക് പോലീസ് കടന്നു. 25-ാം തീയതിയാണ് ചടങ്ങുകൾ. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ടോമിയുടെ ഭാര്യ മെർലിൻ്റെയും ആ 2 പിഞ്ചു കുട്ടികളുടെയും ചടങ്ങുകൾ പള്ളിയിൽ നടന്നത്. ജനം പല ദിശകളിൽ നിന്നായി അവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഇതിനിടയിൽ 24-ാം തീയതി രാവിലെയും 25-ന് രാവിലെയുമായി പത്രങ്ങളിൽ വളരെ വിശദമായിട്ട് തന്നെ ഈ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. 25-ാം തീയതി പത്രത്തിലാണ് വിശദ വിവരങ്ങളുള്ളത്. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകളാണ് പള്ളിയിലേക്ക് ഒഴുകിയെത്തിയത്. ആ ചടങ്ങുകളിൽ വരുന്ന ആളുകളൊക്കെ മഫ്റ്റിയിലുള്ള പോലീസ് വിശദമായി നിരീക്ഷിക്കുകയാണ്. കൊലപാതകം നടത്തിയ വ്യക്തികളൊക്കെ സാധാരണഗതിയിൽ ഇത്തരം സാഹചര്യത്തിൽ ഈ മരിച്ചയാളുടെ ഡെഡ് ബോഡി കാണാൻ വരുന്ന ഒരു ശൈലിയുണ്ട്. അവരുടെ ഉള്ളിലെ ആ സന്തോഷം ആ ഡെഡ് ബോഡി കാണുമ്പോൾ അവർ പോലും അറിയാതെ പതുക്കെ പുറത്തേക്ക് വരും. അതറിയാവുന്ന പോലീസ് ഡെഡ് ബോഡി നിരീക്ഷിക്കാൻ വരുന്ന ആളുകളെ രഹസ്യമായി നിരീക്ഷിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അസ്വാഭാവികമായ പെരുമാറ്റം, മുഖഭാവം ഒക്കെ ആരെങ്കിലും കണ്ടാൽ അത് നോട്ട് ചെയ്യാനുള്ള നിർദ്ദേശമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആ ജോലി ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾക്ക് കൊടുത്തത്. ഒരു ഭാഗത്ത് അതങ്ങനെ നടക്കുമ്പോൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളെ നിരീക്ഷിക്കാൻ വേറൊരു ടീമും ഉണ്ട്. എന്തായാലും സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തുന്നതെന്ന് പറയാം. ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചതും ടോമിയെ പോലീസ് അടുത്തേക്ക് വിളിപ്പിച്ചു. ടോമിയുടെ പോലീസ് വ്യക്തമായും ഒരു കാര്യമാണ് സൂചിപ്പിച്ചത്. ടോമി, സങ്കടപ്പെട്ടുകൊണ്ട് കാര്യമില്ല. നിന്റെ ഭാര്യയും മക്കളെയും ആരോ കൊലപ്പെടുത്തിയതാണ്. അതാരാണെന്ന് കണ്ടെത്താൻ ഞങ്ങൾക്ക് നിന്റെ സഹായം കൂടിയേ തീരും. ഒരു കാര്യം ഞങ്ങൾക്ക് ഇപ്പോൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്തെങ്കിലും മോഷണം പോയോ എന്ന് ടോമി ഒന്ന് നോക്കിയിട്ട് പറയണം. പോലീസ് പറഞ്ഞ അനുസരിച്ച് ടോമി വീട്ടിനകത്തേക്ക് കയറി വീട്ടിൽ അലമാരയൊക്കെ പരിശോധിച്ചു. പരിശോധന നടക്കുന്നിടയിൽ തന്നെ ടോമി ഒരു കാര്യം മനസ്സിലാക്കി. മെർലിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു മാല അത് കാണാനില്ല. വിവാഹത്തിനും മറ്റുമൊക്കെ പോകുമ്പോൾ മെർലിൻ സ്ഥിരമായി ധരിക്കുന്ന ആ മാലയാണ് ആഭരണങ്ങൾ ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് മിസ്സായിരിക്കുന്നത്. ആ കാര്യം ടോമി അങ്ങനെ തന്നെ പോലീസിനോട് പറഞ്ഞു. ടോമി പറഞ്ഞ ആ കാര്യം കേട്ടപ്പോൾ പോലീസിന് ഒരു വല്ലാത്ത കൺഫ്യൂഷൻ. സാധാരണഗതിയിൽ മോഷണം നടത്താനായി കൊല നടത്തുന്ന ആളുകൾ ആഭരണം ഒരുപാട് ഇരിക്കുന്ന കണ്ടാൽ ഒരു ആഭരണം മാത്രം എടുത്തുകൊണ്ട് ആ മോഷണ ശ്രമം അവസാനിപ്പിക്കത്തില്ല. അവിടെ ഇരിക്കുന്ന എല്ലാം അടിച്ചുകൊണ്ട് പോകും. പക്ഷെ ഈ കള്ളൻ അല്ലെങ്കിൽ ഈ കള്ളന്മാർ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ആകെ ഒരേ ഒരു മാല മാത്രമേ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ. അത് പോലീസിനെ തെല്ലെന്നുമല്ല അതിശയിപ്പിച്ചത്. മോഷണം നടന്നിരിക്കുന്നു, എന്നാൽ സെലക്റ്റീവായ മോഷണമാണ് നടന്നിരിക്കുന്നത്.
മോഷ്ടിച്ച വിവരം ടോമിയുടെ വീട്ടുകാർ അറിയരുതെന്ന് ഒരു നിർബന്ധ ബുദ്ധി ആ കൃത്യം നടത്തിയാക്കുണ്ട്. ആ മോഷണത്തിലൂടെ അയാളിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം സ്വാഭാവികമായിട്ട് അയാൾ ഉദ്ദേശിച്ചിരിക്കാം. എന്നാലും പോലീസ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് അവലോകനം നടത്തി നോക്കുകയാണ്. ഇനിയാണ് പോലീസിന്റെ നിർണായകമായ ആ നടപടികളിലേക്ക് കടക്കേണ്ടത്. മൊത്തം ആളുകളെയും ചോദ്യം ചെയ്യണം. ആദ്യം ടോമിയോട് തന്നെ പോലീസ് സംസാരിച്ചു തുടങ്ങി. ടോമി, നിനക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ആ ചോദ്യത്തിന് പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ ടോമിക്ക് പറ്റിയില്ല. ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം ടോമി പറഞ്ഞു, അങ്ങനെ അറിയപ്പെടുന്ന ശത്രുക്കളൊന്നും എനിക്കില്ല. ബിസിനസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ചില സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് എൻ്റെ കുടുംബത്തെ അവസാനിപ്പിക്കാൻ തോന്നുന്ന ശത്രുതയൊന്നും ആർക്കും എന്നോട് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ടോമിക്ക് അത്രയും അറിയാവൂ. അയാളുടെ ശത്രുതയോട് ആരെങ്കിലും പെരുമാറുന്നതായി അയാൾക്ക് തോന്നിയിട്ടില്ല. ടോമിയോട് ആ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് കാര്യമില്ല എന്ന ഒരു ധാരണ പോലീസിനുണ്ട്. ടോമിയിൽ നിന്ന് പിന്നീട് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും. പോലീസ് ആ നിമിഷം മുതൽ ചുറ്റുമുള്ള ആളുകളോട് വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. ആളുകളോട് അങ്ങനെ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഒരു പ്രത്യേക പാറ്റേണിലാണ്. 23-ാം തീയതി വൈകുന്നേരം 7-നും 9-നും ഇടയിലാണ് ആ കൊല നടന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വഴി കണ്ടെത്തിയിരിക്കുന്നത്. ആ സമയത്ത് ആ ടോമിയുടെ വീടിൻ്റെ സമീപത്തേക്ക് ആരെങ്കിലും വന്നതായി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതാണ് പോലീസിന് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ആ ചോദ്യം പലരോടും ചോദിച്ചപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഈ പറയുന്ന സമയത്ത് ആരെയും കണ്ടതായി ഓർക്കുന്നില്ല, പക്ഷേ ഏകദേശം ഒരു 6:30 മണി കഴിഞ്ഞപ്പോൾ, 7 ആയിട്ടില്ല, ആ സമയത്ത് അമ്മിണി ഈ റോഡിൻ്റെ ആ ഇടതുവശത്തുനിന്ന് നടന്നു വരുന്നതായി ഞാൻ കണ്ടിരുന്നു. ഞാൻ അമ്മിണിയോട് ചോദിക്കുകയും ചെയ്തു എങ്ങോട്ട് പോകുന്നെന്ന്. ആശുപത്രിയിലേക്ക് പോകുന്നെന്നാണ് അമ്മിണി എന്നോട് മറുപടി പറഞ്ഞത്. ആരാ ഈ അമ്മിണി? സാർ, അത് ഈ ടോമിയുടെ ബന്ധുവാണ്. ടോമിയുടെ ബന്ധു? സാർ, അത് ടോമിയുടെ സഹോദരൻ ഫ്രാൻസിസിൻ്റെ ഭാര്യയാണ്. ഫ്രാൻസിസ് 4 കൊല്ലം മുമ്പ് മരിച്ചുപോയിരുന്നു. ആ മൊഴി ലഭിച്ചതിന് ശേഷം പിന്നീട് പോലീസിന് അനുകൂലമായി ലഭിച്ച ഒരു മൊഴി എന്ന് പറയുന്നത് ഈ ടോമിയുടെ വീടിൻ്റെ നേരെ എതിർവശത്തുള്ള ഒരു വീട്ടുകാരൻ്റെ മൊഴിയാണ്. അയാൾ നന്നായി മഴ പെയ്യുന്ന ആ സമയത്ത് ഏകദേശം ഒരു 8 മണിയോട് അടുപ്പിച്ച് ആ മഴയത്തൂടെ ആരോ നടന്നു പോകുന്നത് കണ്ടിരുന്നു. മഴയായതുകൊണ്ട് ആരാണ് നടന്നു പോയെന്ന് കൃത്യമായി അയാൾക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അയാളുടെ ഒരു പൊക്കവും ശരീരപ്രകൃതിയൊക്കെ ഏകദേശം അയാളുടെ മനസ്സിലുണ്ട്. ആ ആളെ അറിയുമോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരാളല്ല എന്ന ഉത്തരമാണ് ആ വ്യക്തി പോലീസിന് നൽകിയത്. ഒരു കാര്യം അയാൾ തീർത്തു പറഞ്ഞു, അത് ഒരു പുരുഷനാണ്. രാത്രി നന്നായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ടോമിയുടെ വീടിൻ്റെ സമീപത്ത് ആ മഴയത്തൂടി ഒരാൾ നടന്നു പോകുമ്പോൾ അയാളുടെ കയ്യിൽ കുട ഉണ്ടായിരുന്നില്ല. മഴ നനഞ്ഞാണ് അയാൾ പോയത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ അയൽ വീട്ടുകാരൻ ആ കാര്യം ശ്രദ്ധിക്കാൻ ഇടവന്നത്. മഴ നനഞ്ഞുകൊണ്ട് ആ രാത്രിയിൽ ഒരാൾ എന്തിന് അതുവഴി നടന്നു പോകണം? ഒരു ചോദ്യം പോലീസിൻ്റെ ഉള്ളിലേക്ക് വന്നു. എന്തായാലും പോലീസിന് 2 കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. രാത്രി 8 മണിയോട് അടുപ്പിച്ച് ഒരു പുരുഷൻ മഴയത്തോട് നടന്നു പോകുന്ന കാഴ്ച കണ്ട ആളുണ്ട്. ഏകദേശം 7 ആകാറായപ്പോൾ അമ്മിണി എന്ന സ്ത്രീ അതേ റോഡിലൂടെ നടക്കുന്നത് കണ്ടതായ വേറൊരാളുമുണ്ട്. പോലീസ് അമ്മിണിയെ അവിടേക്ക് വിളിപ്പിച്ചു. അമ്മിണി മരിച്ചുപോയ മെർലിൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ അമ്മിണി ഉണ്ടെന്നർത്ഥം. തലേദിവസം ശവസംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ ദുഃഖത്തോടെ ആ ചടങ്ങിൻ്റെ ഭാഗമായി നിന്ന അമ്മിണിയെ പോലീസും നോട്ട് ചെയ്തതാണ്. അമ്മിണിയോടായി പോലീസ് ചോദിച്ചു, അമ്മിണി, ഈ മെർലിനെയും കുട്ടികളെയും അമ്മിണി എപ്പോഴാണ് അവസാനമായി കണ്ടത്? സർ, ഞാൻ അവരെ എല്ലാ ദിവസവും കാണുന്നതാണ്. ഈ മരിച്ച ദിവസം ജൂൺ 23-ന് അവരെ കണ്ടിരുന്നു. സർ, അന്ന് കണ്ടിട്ടില്ല. ആ കാര്യം അമ്മിണിക്ക് 100% ഉറപ്പാണ്. അമ്മിണി അന്ന് വൈകുന്നേരം അമ്മിണിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ റോഡിലൂടെ നടന്നു വരുമ്പോൾ അമ്മിണിയെ കണ്ട ആളുകളുണ്ട്. അമ്മിണി എവിടെ പോയത്? സർ, ഞാൻ ആശുപത്രി പോയതാണ്. ഏത് ആശുപത്രിയിൽ? സർ, ഇവിടെയുള്ള ഒരു സ്വകാര്യ നഴ്സിംഗ് ഹോമിലാണ്. എന്താ ഹോസ്പിറ്റലിലെ പേര്? സർ, അത് തരയൻസ് ഹോസ്പിറ്റലാണ്. തരയൻസ് ഹോസ്പിറ്റൽ എന്തിനാണ് അമ്മിണി പോയെന്നുള്ള കാര്യം അമ്മിണി പോലീസിനോട് വ്യക്തമാക്കി. എന്തായാലും ആ സംഭവ ദിവസം അമ്മിണി വീട്ടിൽ നിന്നിറങ്ങി ആ ടോമിയുടെ വീടിന്റെ മുന്നിലൂടെ തരകന്റെ ഹോസ്പിറ്റലിലേക്ക് പോയിന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അമ്മിണി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്ന കാര്യം അമ്മിണിയെ വഴിക്ക് വെച്ച് കണ്ട ഒരാളോട് അമ്മിണി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അമ്മിണി കള്ളം പറയുന്നതല്ല എന്ന യാഥാർത്ഥ്യം പോലീസ് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് അമ്മിണിയെ അവരങ്ങ് ലിസ്റ്റിൽ നിന്ന് മാറ്റി. അയൽ വീട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ പോലീസിന് ആകെ ലഭിച്ചത് അത്രയും കാര്യങ്ങൾ മാത്രമാണ്. ഇനി അറിയേണ്ടത് ആ ഒരേ ഒരു ആളെയാണ്. മഴയത്ത്
കുടയില്ലാതെ നടന്നുപോയ ആ വ്യക്തി, അയാൾക്ക് ഈ വീട്ടിൽ നടന്ന കൊലപാതകവുമായി എന്തോ ഒരു ബന്ധമുണ്ട്. അങ്ങനെ ഒരു ധാരണയിലേക്ക് പോലീസ് വന്നിട്ടുണ്ട്. പക്ഷെ ആരാണ് നടന്നുപോയെന്ന് ചോദിച്ചാൽ പോലീസിന് അറിയില്ല. അയൽ വീട്ടുകാരൻ കണ്ടതല്ലാതെ വേറെ ആരും തന്നെ ആ ആളെ കണ്ടിട്ടുമില്ല. പോലീസ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടന്നു. ടോമിയുടെ ബന്ധുക്കളെ ഒന്നൊന്നായി ചോദ്യം ചെയ്യുന്ന പരിപാടിയിലേക്കാണ് അവർ കടന്നത്. അങ്ങനെ ചോദ്യം ചെയ്താണ് പോലീസ് ജോസഫൈനിൽ എത്തിയത്. ജോസഫൈൻ ടോമിയുടെ സഹോദരിയാണ്. ജോസഫൈനോട് സംസാരിച്ചപ്പോൾ ചില കാര്യങ്ങൾ ജോസഫൈൻ പോലീസിനോട് പറഞ്ഞു. കൊല്ലപ്പെട്ട മെർലിൻ ഒരു ടെൻഷനിലായിരുന്നു എന്നുള്ള കാര്യമാണ് ജോസഫൈൻ പോലീസിനോട് പറഞ്ഞത്. എന്താണ് ആ ടെൻഷന്റെ കാരണമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ജോസഫൈനുണ്ട്. ടോമിയുടെ മരിച്ചുപോയ സഹോദരൻ ഫ്രാൻസിസിന്റെ ഭാര്യ അമ്മിണി പലപ്പോഴും മെർലിനോട് തട്ടിക്കയറാറുണ്ട്. എന്താണ് അതിന്റെ കാരണമെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ജോസഫൈൻ നൽകിയ ഉത്തരം വളരെ സിമ്പിളാണ്. ഞങ്ങളുടെ അച്ഛനായിട്ട് തുടങ്ങിയ ബിസിനസ്സാണ്. ആ ബിസിനസ് ഇപ്പോൾ നോക്കി നടത്തുന്നത് ടോമിയാണ്. ഫ്രാൻസിസ് മരിച്ചപ്പോൾ ഈ ബിസിനസിന്റെ ലാഭവിഹിതം എല്ലാ മാസവും ടോമി അമ്മിണിക്ക് കൊടുക്കുമായിരുന്നു. പക്ഷെ അമ്മിണിക്ക് അത് പോരാ എന്ന് പറഞ്ഞ് അമ്മിണി പലപ്പോഴും ഇവിടെ വന്ന് മെർലിനോട് തട്ടിക്കയറുമായിരുന്നു. ജോസഫൈൻ അത് പറഞ്ഞപ്പോൾ പോലീസ് ജോസഫൈനോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഇവിടെ എപ്പോഴും വരാറുണ്ടോ? ഞാൻ ചിലപ്പോഴൊക്കെ വരാറുണ്ട്. അങ്ങനെ വന്നപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അമ്മിണി മെർലിനോട് തട്ടിക്കയറുന്നത് കണ്ടിട്ടുണ്ടോ? വെറുതെ ജോസഫൈൻ അമ്മിണിയെക്കുറിച്ചൊരു ആരോപണം ഉന്നയിക്കുകയാണോ എന്ന് അറിയണമല്ലോ. അതിനുവേണ്ടിയാണ് പോലീസ് അങ്ങനെ ചോദിച്ചത്. അങ്ങനെ ചോദിച്ചതും ജോസഫൈൻ പോലീസിനോട് പറഞ്ഞു, സർ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിരുന്നു. എനിക്ക് ആ തീയതി കൃത്യമായിട്ട് അറിയാം. അന്ന് ജൂൺ 10 സർ. അന്ന് ഞാൻ മെർലിനെ കാണാനായിട്ടാണ് വന്നത്. അങ്ങനെ ഞാൻ മെർലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മിണി ഇവിടേക്ക് വന്നിരുന്നു. അമ്മിണി ഒറ്റയ്ക്കല്ല, ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ഒരാൾ കൂടിയാ. ആരാ അയാൾ? സർ, ആരാന്നൊന്നും എനിക്കറിയത്തില്ല. അമ്മിണിക്കൊപ്പം വന്നതാണ്. അവരെന്തോ കരുതി കൂട്ടി വന്നതുപോലെ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നത്. അതെന്താ അങ്ങനെ പറയുന്നത്? സർ, അവര് എന്നെ കണ്ടപ്പോൾ ഒന്ന് അമ്പരുന്നതായി എനിക്ക് ഇപ്പോൾ തിരിഞ്ഞാലോചിക്കുമ്പോൾ ഒരു തോന്നലുണ്ട്. എന്നെ കണ്ടതും അവര് മെർലിനോട് വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് പോയി. അമ്മിണിയെക്കുറിച്ച് ജോസഫൈൻ്റെ ഉള്ളിൽ എന്തോ ഒരു കനലുണ്ട്. ആ കനലാണ് ജോസഫൈൻ ഇപ്പോൾ പോലീസിന് കൈമാറിയിരിക്കുന്നത്. അമ്മിണിയെ സംശയിക്കണം, അത് തന്നെയാണ് ജോസഫൈൻ്റെ ഉള്ളിലിരിപ്പെന്ന് ജോസഫൈനുമായി സംസാരിച്ചപ്പോൾ പോലീസിന് ഏകദേശം മനസ്സിലായി. ജോസഫൈൻ്റെ നാത്തൂനാണ് ഈ അമ്മിണി, ജോസഫൈൻ്റെ മരിച്ചുപോയ സഹോദരൻ ഫ്രാൻസിസിന്റെ ഭാര്യ. ആ സ്ത്രീയെ പോലീസ് സംശയിക്കണമെന്ന് ഈ ജോസഫൈന് ഒരു നിർബന്ധമുള്ളതുപോലെ ജോസഫൈൻ മനഃപൂർവ്വം അന്വേഷണം വഴിതിരിച്ച് വിടാൻ പോവുകയാണോ? അങ്ങനെ ഒരു തോന്നലാണ് ജോസഫൈൻ പോയി കഴിഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പരസ്പരം പങ്കുവച്ചത്. എന്തായാലും അവസാനം അവര് ഒരു കാര്യം തീരുമാനിച്ചു. ഈ അമ്മിണിയെക്കുറിച്ച് ടോമിയോട് ഒന്ന് സംസാരിക്കാം. അവർ ടോമിയെ വിളിപ്പിച്ചു. ടോമി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വന്നതും അവർ ടോമിയോട് ചോദിച്ചു, ടോമി, നിങ്ങളുടെ ജ്യേഷ്ഠന്റെ ഭാര്യയാണല്ലോ അമ്മിണി. അവരും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് പോലീസ് ആ ചോദ്യം ടോമിയോട് ചോദിക്കുന്നത്. ആ ചോദ്യം കേട്ടതും ടോമി അല്പനേരം നിശബ്ദനായിരുന്നു. അതിനുശേഷം ടോമി പോലീസിനോട് പറഞ്ഞു, സർ, കുറെ നാളുകൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അമ്മിണി അന്ന് യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവളെ കാണാനായിട്ട് എൻ്റെ ഭാര്യ മെർലിൻ പോയിരുന്നു. മെർലിൻ അവിടെ ചെന്നപ്പോൾ അന്ന് ആ മുറിയിൽ അമ്മിണിക്കൊപ്പം വേറെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. വേറൊരാള്. ആരാത്? സർ, അയാൾ ഈ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ലൈൻമാൻ ആണ്. അയാളുടെ പേര് കാർത്തികൻ എന്നാണ്. ഈ അമ്മിണിയുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് അയാൾ താമസിക്കുന്നത്. സർ, അയാള് ആ മുറിയിൽ ഉണ്ടായിരുന്നു. മെർലിൻ ചെന്നപ്പോൾ അയാൾ അങ്ങ് പോയി. അയാൾ പോയി കഴിഞ്ഞപ്പോൾ മെർലിൻ അമ്മിണിയോട് അയാൾ എന്തിനാ വന്നെന്ന് ചോദിച്ചു. ആ ചോദ്യം അമ്മിണിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരിൽ മെർലിനും അമ്മിണിയും തമ്മിൽ ഒന്ന് ഉരസിയിരുന്നു. അന്ന് രാത്രി ഞാൻ കടയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ മെർലിൻ ആ കാര്യം എന്നോട് പറഞ്ഞിരുന്നു. അതല്ലാതെ അവർ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ടോമി പറഞ്ഞ കാര്യം കേട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മുഖത്തോട് നോക്കി. കാരണം അവർ നേരത്തെ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ ഒരു വിവരം അവർക്ക് കിട്ടിയതാണ്. ഈ കാർത്തികേയനും അമ്മിണിയും തമ്മിൽ ഒരു അടുപ്പമുണ്ടെന്നുള്ള കാര്യം ഒരു കുശുമ്പ് പോലെ ചില ആളുകളൊക്കെ പോലീസിനോട് പറഞ്ഞിരുന്നു. അമ്മിണിയുടെ ആ കോമ്പൗണ്ടിനകത്ത് ഒരു ഒറ്റമുറിയിലാണ് കാർത്തികേയൻ താമസിക്കുന്നത്. അമ്മിണിയുടെ ഭർത്താവ് മരിച്ചതാണ്. ഭർത്താവ് മരിച്ച സ്ത്രീ താമസിക്കുന്നതിനടുത്ത് ആ കോമ്പൗണ്ടിൽ തന്നെ ഒരു ചെറുപ്പക്കാരൻ താമസിക്കുമ്പോൾ നാട്ടുകാർക്ക് അവരെ തമ്മിൽ ചേർത്ത് പറയാൻ ഒരു സുഖമാണ്. പോലീസിന് നാട്ടുകാർ പറയുന്നത് കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയിരുന്നത്. അതുകൊണ്ട് അവർ ആ വിഷയം അത് സീരിയസ് ആയി എടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പോ മരിച്ചുപോയ മെർലിൻ ആ വിഷയത്തിന്റെ പേരിൽ അമ്മിണിയുമായി ഒന്ന് ഉരസിരുന്നു കേട്ടപ്പോൾ പോലീസിന് ആ വിഷയത്തിൽ ഒരു താല്പര്യമുണ്ടായി. ടോമിയിൽ നിന്ന് ലഭിച്ച ആ ഇൻഫർമേഷൻ
കാർത്തികേയൻ എന്ന ഒരു കഥാപാത്രത്തിന്റെ രംഗപ്രവേശത്തിന് വഴിയൊരുക്കുകയാണ്. നേരത്തെ ടോമിയുടെ എതിർ വീട്ടുകാരൻ മഴയത്ത് ഒരാൾ നടന്നു പോകുന്നതായി കണ്ടിരുന്നു. മഴ അതിശക്തമായി പെയ്യുന്ന സമയമായതുകൊണ്ട് ആ വ്യക്തിയുടെ മുഖം ആ അയൽക്കാരന് കൃത്യമായി മനസ്സിലായിരുന്നില്ല. ഇനി അത് കാർത്തികേയൻ ആണോ? ആ ഒരു ചോദ്യം പോലീസിന് മനസ്സിൽ വന്നതും അന്വേഷണ ഉദ്യോഗസ്ഥർ കാർത്തികേയനെ ഒന്ന് വിളിപ്പിക്കാൻ തീരുമാനിച്ചു. കാർത്തികേയനെ പോലീസ് വിളിപ്പിച്ചു. കാർത്തികേയൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ എത്തിയതും പോലീസ് കാർത്തികയോട് ചോദിച്ചു, കാർത്തികേയൻ 23-ാം തീയതി നീ എവിടെയായിരുന്നു? സർ, 23-ാം തീയതി ഞാൻ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ഉണ്ടായിരുന്നു. പിന്നീട് വൈകുന്നേരം ആയപ്പോൾ ഞാൻ വീട്ടിൽ മടങ്ങിയെത്തി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സർ. വേറെ ഒരിടത്തും പോയില്ല. പുറത്ത് നല്ല മഴയായിരുന്നു. നീ എപ്പോഴാണ് ഈ ടോമിയുടെ ഭാര്യയും മക്കളും ഒക്കെ മരിച്ച കാര്യം അറിഞ്ഞത്? സർ, അത് ഞാൻ അറിയുന്നത് ഏകദേശം രാത്രിയോട് അടുപ്പിച്ചാണ്. അമ്മിണിയെ അയൽ വീട്ടുകാരോ ഒന്ന് വിളിച്ച് കാര്യം പറഞ്ഞു. അമ്മിണി ആണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അങ്ങനെയാണ് ഞാനും അമ്മിണിയും കൂടി ഇവിടുന്ന് ടോമിയുടെ വീട്ടിലേക്ക് വന്നത്. ഞങ്ങളോട് ചെല്ലുമ്പോൾ അവിടുന്ന് അവരുടെ ബോഡി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. കാർത്തികേയന്റെ പോക്കം മനസ്സിൽ ഏകദേശം വിലയിരുത്തിയ പോലീസ് കാർത്തികേയനുമായി അവിടുന്ന് നടന്ന് ഈ ടോമിയുടെ വീട്ടിലേക്ക് വന്നു. ടോമിയുടെ വീടിന് ചുറ്റുമായി കാർത്തികേയനെ കൊണ്ട് നടക്കുമ്പോൾ ഒരു പോലീസുകാരൻ നേരെ എതിർവശത്തുള്ള അയൽക്കാരന്റെ അടുത്തേക്ക് ചെന്നു. ആ അയൽക്കാരനോട് കാർത്തികേയനെ ചൂണ്ടിക്കാണിച്ചിട്ട് കാർത്തികേയൻ കാണാതെ അയാളാണോ കഥാപാത്രമെന്ന് ഒന്ന് തിരക്കി. 23-ാം തീയതി രാത്രി ആ മഴയത്ത് കണ്ട കഥാപാത്രം കാർത്തികേയനാണോ എന്നാണ് പോലീസിന് അറിയേണ്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ അയൽക്കാരൻ പോലീസിനോട് പറഞ്ഞു, ഹേയ്, അത് കാർത്തികേയനല്ല. കാർത്തികേയൻ എനിക്കറിയില്ലേ. അയാൾക്ക് പരിചയമില്ലാത്ത ഒരാളാണ് രാത്രി ആ മഴയത്ത് അയാൾ കണ്ടതെന്ന് അയാളുടെ മറുപടി ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. ആ വിവരം ഒരു കൈ സിഗ്നൽ വഴി കാർത്തികേയനൊപ്പമുള്ള പോലീസുകാരെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിക്കുകയും ചെയ്തു. അവർ സംശയിക്കുന്ന കഥാപാത്രമല്ല കാർത്തികേയൻ. ഒരു പിടിവള്ളി കിട്ടിയെന്ന് പോലീസ് കരുതിയതാണ്. ഇതാ പെട്ടെന്ന് അതും അങ്ങ് ഒഴുകിപ്പോയി. ഇനിയിപ്പോൾ ഇത് ആരാണ് ഇവരെ കൊലപ്പെടുത്തിയത്? ഒരു എത്തും പിടി കിട്ടുന്നില്ല എന്ന് പോലീസ് കരുതുമ്പോഴേക്കും പോലീസിന് നിർണായകമായ ഒരു ഇൻഫർമേഷൻ ലാബിൽ നിന്ന് കിട്ടുകയാണ്. കൊല്ലപ്പെട്ട മെർലിന്റെയും കുട്ടികളുടെയും വയറ്റിൽ കയറിയത് സൈനൈഡാണ്. പൊട്ടാസ്യം സൈനൈഡാണ് ഉള്ളിൽ ചെന്നുള്ള കാര്യം കൺഫേമായി. ആ സൈനൈഡ് വാങ്ങിച്ച വ്യക്തി ആരാണെന്ന് കണ്ടെത്തണം. ആ ആള് എങ്ങനെയാണ് ആ സൈനൈഡ് മെർലിന്റെയും കുട്ടികളുടെയും വയറ്റിലെത്തിച്ചതെന്ന് കണ്ടെത്തണം. അതൊക്കെയാണ് ഇനി പോലീസ് അന്വേഷിക്കേണ്ടത്. അതിനെക്കുറിച്ച് പോലീസ് കാര്യമായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ ഈ ഓരോ ആളുകളും പറഞ്ഞ മൊഴി എത്രത്തോളം ശരിയാണെന്ന് വെരിഫൈ ചെയ്യുന്ന ടീം ആ വെരിഫിക്കേഷൻ റിപ്പോർട്ടുമായി അന്വേഷണ സംഘത്തിന്റെ മുന്നിലെത്തി. നാട്ടുകാരൊക്കെ പറഞ്ഞ മൊഴികളൊക്കെയും ശരിയാണ്, ഒരാളുടേത് ഒഴികെ. അത് അമ്മിണിയുടേതാണ്. അമ്മിണി പോലീസിനോട് പറഞ്ഞത് അവൾ 23-ാം തീയതി വൈകുന്നേരം സന്ധ്യയോട് അടുപ്പിച്ച് തരകൻസ് ഹോസ്പിറ്റലിൽ പോയെന്നാണ്. തരകൻസ് ഹോസ്പിറ്റലിൽ ചെന്ന പോലീസ് അവിടെ നടത്തിയ അന്വേഷണത്തിൽ അമ്മിണി ആ രാത്രിയിൽ അവിടെ എത്തിയിട്ടില്ല എന്ന കാര്യം ഉറപ്പാക്കി. അമ്മിണി പോലീസിനോട് കളവ് പറഞ്ഞു. പോലീസിനോട് മാത്രമല്ല, അവളെ അന്ന് വൈകുന്നേരം അവളുടെ വീട്ടിൽ നിന്ന് ടോമിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് കണ്ട വ്യക്തിയോടും അവൾ പറഞ്ഞത് കളവാണ്. അമ്മിണി കളവ് പറഞ്ഞു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയതും പോലീസ് നേരെ അമ്മിണിയുടെ വീട്ടിലെത്തി. നേരത്തെ നാട്ടുകാർ പറഞ്ഞത് ശരിയാണ്. അമ്മിണിയുടെ ആ വീടിരിക്കുന്ന കോമ്പൗണ്ടിനുള്ളിൽ ഒരു മുറിയിലാണ് ആ കാർത്തികേയൻ താമസിക്കുന്നത്. പോലീസ് എത്തുമ്പോൾ കാർത്തികേയനും അമ്മിണിയും അതാത് വീടുകളിലുണ്ട്. പോലീസ് ആ എൻറ്റയർ കോമ്പൗണ്ടും വളഞ്ഞതിന് ശേഷം അമ്മിണിയുടെ വീട്ടിലേക്ക് കയറി അമ്മിണിയോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അമ്മിണി, 23-ാം തീയതി വൈകുന്നേരം ഏത് ഹോസ്പിറ്റലിൽ പോയെന്നാ പറഞ്ഞേ? സർ, തരകൻസ് ഹോസ്പിറ്റൽ. അമ്മിണി, തരകൻസ് ഹോസ്പിറ്റൽ ഞങ്ങൾ തിരക്കിപ്പോ നീ അവിടെ ചെന്നിട്ടില്ല എന്നതാണല്ലോ അവർ പറയുന്നത്. പെട്ടെന്ന് പോലീസ് അങ്ങനെ പറഞ്ഞപ്പോ അമ്മിണി ഒന്ന് വിളറിയെങ്കിലും ഉടൻ അവൾ പോലീസിനോട് പറഞ്ഞു, സർ, ഞാൻ തരകൻസ് ഹോസ്പിറ്റലിൽ പോകാനായിട്ടാണ് പോയത്. പക്ഷെ മഴ കൂടിയപ്പോൾ ഞാനിങ്ങനെ തിരിച്ചു പോകുന്നു. പെട്ടെന്ന് അവള് അങ്ങനെ പറഞ്ഞപ്പോ പോലീസ് അമ്മിണിയോട് പറഞ്ഞു, അമ്മിണി, നിനക്ക് കള്ളം പറഞ്ഞ് വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് നീ ഇനി കള്ളം പറയുന്നതിൽ വലിയ അർത്ഥമില്ല. നീ എന്തിനാ മെർലിനെ കൊന്നത്? തികച്ചും അപ്രതീക്ഷിതമായിട്ട് അമ്മിണിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ആ ചോദ്യം ചോദിച്ചപ്പോൾ അമ്മിണി ശരിക്കും പതറി. അല്ല സാർ എന്താ പറയുന്നത്? ഞാൻ മെർലിനെ അമ്മിണി, നീ ഉരുളുകയൊന്നും വേണ്ട. നീ മെർലിനെ കൊന്നു. അതിനുശേഷം ആ വീട്ടിലെ മാല നീ എടുക്കുകയും ചെയ്തു. മാല എടുത്തു എന്നുകൂടി കൃത്യമായിട്ടും ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞതും ശരിക്കും അമ്മിണി പതർന്നത് പകൽ പോലെ വ്യക്തമായി. ഈ അമ്മിണി ഒന്ന് പതർന്നത് ഒരു ശുഭസൂചനയായിട്ട് പോലീസിന് തോന്നിയെങ്കിലും പോലീസിന് അമ്മിണിയെ അങ്ങോട്ട് പ്രതി ചേർക്കാൻ ഒരു ബുദ്ധിമുട്ട്. അതിന് കാരണം അമ്മിണിയുടെ കൈകൾ അവരുടെ മുന്നിൽ വിസിബിൾ ആയതാണ്. അമ്മിണിയുടെ കയ്യിൽ ഒരു തരത്തിലുമുള്ള കടിയുടെ പാടുമില്ല. നേരത്തെ പോലീസിനോട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് വളരെ വ്യക്തമായും ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. കൊല്ലപ്പെടുന്നതിന് മുന്നേ മെർലിൻ തന്നെ ആക്രമിച്ച വ്യക്തിയുടെ കൈ കടിച്ചു മുറിച്ചിട്ടുണ്ട്.
ഇവിടെ അമ്മയുടെ കയ്യിൽ അങ്ങനെ ഒരു അടയാളവുമില്ല. എന്തായാലും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോലീസ് ആ വീട് മുഴുവൻ അരിച്ചു പറക്കി. ആ വീട്ടിൽ നിന്ന് മാല കെട്ടുകയാണെങ്കിൽ അമ്മിണിയെ കൊടുക്കാൻ പറ്റുമല്ലോ. ആ വീട് മുഴുവൻ പരിശോധിച്ചിട്ടും അതിനകത്തുനിന്ന് മാലയൊന്നും കിട്ടിയില്ല. ഈ സമയത്ത് പുറത്ത് കാർത്തികിന്റെ വീട് അരിച്ചു പറക്കുന്ന പോലീസ് കാർത്തികിന്റെ വിരലുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അയാളുടെ വിരലുകളിലും ഒരു പാടുമില്ല. അയാളുടെ കയ്യിൽ ഒരു കടിയും കിട്ടിയിട്ടില്ല. ആ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ സൈനൈഡുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കിട്ടിയതുമില്ല. സൈനൈഡുമായി ബന്ധപ്പെട്ട് കാർത്തികേയനും അതുപോലെ അമ്മിണിക്കും ബന്ധമില്ല. മാലയും രണ്ടുപേരുടെ വീട്ടിലും ഇല്ല. പക്ഷേ ഒന്നും കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. കാർത്തികിന്റെ വീട്ടിൽ നിന്ന് പോലീസിന് ഒരു കത്ത് കിട്ടി. ആ കത്ത് എഴുതിയിരിക്കുന്ന വ്യക്തി ഒരു സിമ്പിൾ കാര്യം കാർത്തികേയനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ കത്ത് തുടങ്ങുന്ന എങ്ങനെയാണ്: കാർത്തിക, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. ആ ടോമി എന്നെ ചതിക്കുകയാണ്. അവൻ പുതിയ കരാറ് വെക്കുകയാണ്. എന്നെ ഒഴിവാക്കിയിട്ട് എനിക്ക് അവന്റെ കുടുംബത്തെ ഇല്ലാതാക്കണം. അതിന് വല്ല കൂടോത്രമൊക്കെ ചെയ്താലേ പറ്റൂ. കൂടോത്രം ചെയ്യുന്ന ആളുകളെ നിനക്ക് പരിചയമുണ്ടോ? ആരാണ് കത്ത് എഴുതിയിരിക്കുന്നതെന്നുള്ള കാര്യം കത്തിന്റെ അടിയിലില്ല. പക്ഷേ കാർത്തികേയ എന്നുള്ള സംബോധന കാണുന്ന ഒരാൾക്ക് കാർത്തികനോട് നല്ല അടുപ്പമുള്ള ഒരാളാണ് ആ കത്ത് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ച മനസ്സിലാവും. പോലീസ് ആ കത്ത് കസ്റ്റഡിയിൽ എടുത്തിട്ട് കാർത്തികനോട് ചോദിച്ചു: കാർത്തികേയ, ഈ കത്ത് നിനക്ക് ആരാ എഴുതിയത്? ആ ചോദ്യം പോലീസ് ചോദിച്ചതും കാർത്തികൻ ഒരക്ഷരം മിണ്ടാതെ നിശബ്ദനായി തറയിലേക്ക് നോക്കി കുനിഞ്ഞു നിൽക്കുകയാണ്. അവനോട് 2-3 തവണ കൂടി പോലീസ് ആ ചോദ്യം ആവർത്തിച്ചെങ്കിലും അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഈ സമയത്ത് പോലീസിന് സംശയം കൂടുകയാണ്. കാർത്തികേയന്റെ വീട്ടിൽ നിന്ന് കത്ത് കിട്ടിയ കാര്യം അമ്മിണിയുടെ വീട്ടിലുള്ള പോലീസിനെ അറിയിച്ചതും പോലീസ് ആ വീട് ഒരിക്കൽ കൂടി സെർച്ച് ചെയ്തു തുടങ്ങി. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അവർക്കൊരു ഡയറി കിട്ടി. ആ ഡയറി അമ്മിണിയുടേതാണ്. അമ്മിണി പതിവായി ഡയറി എഴുതുന്ന ഒരു സ്വഭാവക്കാരിയാണ്. ആ ഡയറിയിൽ അമ്മിണി രേഖപ്പെടുത്തുക അവളുടെ വീട്ടുചെലവ് കണക്കാണ്. അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീയുടെ എല്ലാ പൊല്ലാപ്പും ആ കണക്കുകൾക്കകത്തുണ്ട്. ആ കണക്കുകളല്ല പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ കണക്കെഴുതിയിരിക്കുന്ന ആളിന്റെ കൈയക്ഷരമാണ്. ആ ഡയറിയിലെ കൈയക്ഷരവും കാർത്തികേയന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കത്തിലെ കൈയക്ഷരത്തിനും നല്ല സാമ്യമുണ്ട്. അത് കൃത്യമായും ഒരാളാണോ എഴുതിയതെന്ന് അറിയണമെങ്കിൽ വിദഗ്ധർ പരിശോധിക്കണം. അക്കാര്യം വിദഗ്ധ പരിശോധനയ്ക്ക് വിട്ടുകൊടുക്കുന്നതിന് മുന്നേ ആ കത്തും ഡയറിയും സൂക്ഷിച്ചു നോക്കിയ DYSP കാർത്തികേയനെയും അമ്മിണിയും ചോദ്യം ചെയ്യാനായി ആലുവ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തു. രണ്ടുപേരെയും ആലുവ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ജൂൺ 27 വൈകുന്നേരമാണ്. ഈ രണ്ടുപേരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച കാര്യം സ്വാഭാവികമായിട്ടും നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ടോമിയുടെ കുടുംബമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ കൊലപാതകവുമായി ബന്ധിപ്പിച്ചാണ് ടോമിയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയെ ആലുവ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ ആളുകൾ വിളിപ്പിച്ച രീതിയും ഇപ്പൊ വിളിപ്പിച്ച രീതിയും തമ്മിൽ ലേശം വ്യത്യാസമുണ്ടെന്നുള്ള ഒരു സൂചന പലർക്കും കിട്ടി തുടങ്ങിയതുകൊണ്ട് പെട്ടെന്ന് ഈ കഥ അങ്ങ് പടക്കുകയാണ്. ഇതിനിടയിൽ ആലുവയിൽ സ്റ്റേഷനിൽ അമ്മിണിയും അതുപോലെ കാർത്തികേയനെയും പോലീസ് ചോദ്യം ചെയ്തു തുടങ്ങി. കാർത്തികേയനെയും അമ്മിണിയും ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ടോമിയോടും കുടുംബത്തോടും ശരിക്കും ദേഷ്യം തോന്നാൻ അമ്മിണിക്ക് ഒരു കാരണമുണ്ട്. അതാണ് ആ കത്തിന്റെ അടിസ്ഥാനം. അമ്മിണി ടോമിയുടെ കടയിൽ തുണി എടുക്കാനായി ചെന്നു. മകന് ഒരു കോട്ട് എടുക്കാനായിട്ടാണ് അമ്മിണി എത്തിയത്. സ്കൂൾ തുറക്കുന്നതിനോട് മുന്നോടിയായിട്ട് മെയ് മാസത്തിലാണ് ആ കോട്ട് എടുക്കാൻ വേണ്ടി അവൾ ടോമിയുടെ തുണിക്കിടെ എത്തുന്നത്. സിൽക്കിലുള്ള ഒരു കോട്ട് തയ്പ്പിക്കാനുള്ള തുണിയാണ് അവൾക്ക് വേണ്ടത്. അവൾ ആ കാര്യം ടോമിയോട് സംസാരിച്ചപ്പോൾ ടോമി അവളോട് പറഞ്ഞു: ഏയ് അമ്മിണി, അതിനൊന്നും ആവശ്യമില്ല. അവന് വില കുറഞ്ഞ ഏതെങ്കിലും തുണി കൊണ്ട് കോട്ട് ഉണ്ടാക്കിച്ച പോരെ. വെറുതെ ഈ വില കൂടിയ തുണിയൊക്കെ എടുത്ത് കോട്ട് തയ്പ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനെ അമ്മിണിയോട് ടോമി ചോദിച്ചപ്പോൾ അമ്മിണി തനിക്ക് ആ സിൽക്ക് തുണി തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചു. ആ കടയിൽ ഒരുപാട് ജീവനക്കാരൊക്കെ ഉള്ള സമയമാണ്. ധാരാളം ആളുകൾ തുണി എടുക്കാനായി ആ കടയിൽ ആ മെയ് മാസമായതുകൊണ്ട് ഉണ്ട്. ആ സമയത്ത് തികച്ചും അപ്രതീക്ഷിതമായി ടോമി കടയിലെ ജീവനക്കാരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു: നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ മുഴുവൻ സിൽക്ക് തുണി എടുത്ത് ഇവൾക്ക് കൊടുക്ക്. അങ്ങനെയെങ്കിലും ഇവിടെ ആർത്തി തീരുമല്ലോ. ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കേ ടോമി ഉറക്കെ ആ ഡയലോഗ് പറഞ്ഞതും മുഴുവൻ ആളുകളും തിരിഞ്ഞ് അമ്മിണിയെ നോക്കി. ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടെന്ന് നഗ്നയാക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ആ സങ്കടം അത് പൂർണ്ണമായും അമ്മിണിയിൽ ഇരച്ചു കയറിയതും അമ്മിണി കരഞ്ഞുകൊണ്ട് ആ കടയിൽ നിന്ന് പുറത്തേക്ക് ഓടി. അവൾ നേരെ പോയത് അവളുടെ വീട്ടിലേക്കാണ്. അവൾ താമസിക്കുന്ന വീട്ടിലേക്കല്ല, അവളുടെ അമ്മയുടെ വീട്ടിലേക്ക്. അവിടെ എത്തി അവൾക്ക് ആ സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ട വീടാണ് പിന്നെ അവളുടെ വീടെന്ന് പറയുന്നത്. പക്ഷെ അവിടെ അവളെ താങ്ങും തണലുമായി കൂടെ ഉണ്ടാകേണ്ട അവളുടെ ഭർത്താവ് മരിച്ച് 5 കൊല്ലമായപ്പോൾ ഭർത്താവിന്റെ വീട്ടുകാരുടെ പെരുമാറ്റമാണ് അവളെ ശരിക്കും ഉലപ്പിച്ചത്. അവൾ ആ വിവരം അവളുടെ അമ്മയോടും മറ്റ് ആളുകളോടൊക്കെ പറഞ്ഞപ്പോൾ അവര് അമ്മിണിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും
അമ്മണിക്ക് അതങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റുന്നില്ല. ഒരുപാട് ആളുകൾ കാണുകയാണ് അവള് അപമാനിക്കപ്പെട്ടത്. അതിന് തിരിച്ചടിക്കണം. ടോമി മറക്കാൻ പാടില്ലാത്ത ഒരു തിരിച്ചടി കൊടുക്കണം. അതിനിപ്പോ എന്താ ചെയ്യുക? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് കാർത്തികന് ഓർമ്മ വന്നത്. കാർത്തികൻ ഒരു ഹിന്ദുവാണ്. ഹിന്ദുക്കളാകുമ്പോൾ ഈ മന്ത്രവാദികളുമായിട്ടൊക്കെ ബന്ധം കാണുമല്ലോ. അങ്ങനെ തോന്നിയതും അവൾ അവളുടെ വീട്ടിലിരുന്നുകൊണ്ട് കാർത്തികന് ഒരു കത്ത് എഴുതുകയായിരുന്നു. ടോമിയും കൂട്ടരെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർ കുത്തുവള എടുക്കണം. ആ കുത്തുവള എടുപ്പിക്കാനായിട്ട് മന്ത്രവാദി വിചാരിച്ച പറ്റും. അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ആ മന്ത്രവാദിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അറിയാനായി കാർത്തികന് അമ്മണി കത്തെഴുതിയത്. അവള് പറഞ്ഞ കഥ കേട്ടപ്പോ പോലീസിനാകെ ചിരിയാ വരുന്നത്. മന്ത്രവാദി വിചാരിച്ചാൽ ഒരാളെ കുത്തുവള എടുപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് കൊള്ളാലോ. പക്ഷേ അമ്മണി വളരെ സീരിയസ് ആയിട്ടാണ് കാർത്തികനെ ആ വിവരം അറിയിച്ചതും കാർത്തികനും അത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തു. കാർത്തികനും അമ്മണിയും കൂടി അറിയപ്പെടുന്ന 2 മന്ത്രവാദികളുടെ അടുത്ത് ചെല്ലുകയും ചെയ്തു. പോലീസ് ആ മന്ത്രവാദികളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അവര് കാർത്തികനും അമ്മണിയും പറഞ്ഞ കഥ ആവർത്തിക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും ചേർന്ന് ടോമിയുടെ കുടുംബവും മുടിഞ്ഞു പോകാൻ വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് അമ്മണിയെ ഏൽപ്പിച്ചിരുന്നു. ടോമിയുടെ വീടിന്റെ ചുറ്റുമായിട്ട് ചില സാധനങ്ങൾ കുഴിച്ചിട്ടാൽ അത് മറികടന്ന് പോകുന്ന ടോമി നയിക്കുന്ന ബിസിനസ് എന്തായാലും പൊളിഞ്ഞു പോകും. അങ്ങനെ പൊളിഞ്ഞ് ടോമിയുടെ കുടുംബം കുത്തുവാള എടുക്കും. അത് കാണാൻ വേണ്ടിയാണ് ആരും അറിയാതെ രാത്രിയിൽ അമ്മിണി ആ സംഭവങ്ങളൊക്കെ ആ വീടിന്റെ ചുറ്റും കൊണ്ട് കുഴിച്ചിട്ടത്. അമ്മിണി വളരെ സീരിയസ് ആയിട്ടാണ് അത് പറയുന്നത്. അമ്മിണിക്ക് ആ സാധനങ്ങളൊക്കെ തയ്യാറാക്കി കൊടുത്ത മന്ത്രവാദികളും അതേ സീരിയസ്നെസ്സോടുകൂടി തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞു. ഇതേ സമയത്ത് മൂന്നാമതൊരു മന്ത്രവാദിയും ഇതേ കാലഘട്ടത്തിൽ അമ്മിണി സമീപിച്ചിരുന്നു. അയാള് പോലീസിനോട് അങ്ങനെയല്ല പറഞ്ഞത്. അമ്മിണിക്ക് ഈ ടോമിയേക്കാൾ അഭിവൃദ്ധി കിട്ടാനായിട്ട് എന്ത് പൂജയാണ് വേണ്ടതെന്നാണ് അമ്മിണി അയാളോട് ചോദിച്ചതെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. അയാൾ ഇനി അമ്മിണിയെ സംരക്ഷിക്കാൻ വേണ്ടി കഥ മാറ്റി പറയുന്നതാണോ എന്നൊരു സംശയം അത് കേട്ടപ്പോൾ പോലീസിനുണ്ടായെങ്കിലും എന്തായാലും അയാളുടെ പേരും പോലീസ് രേഖപ്പെടുത്തി. അമ്മിണി മന്ത്രവാദം വഴി ടോമിയും കൂട്ടരെയും ഇല്ലാതാക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതില് അവള് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. വിജയിക്കാതെ വന്നതുകൊണ്ട് ഇനി ടോമിയുടെ ഭാര്യയും പിള്ളേരെയും അവളങ്ങ് ഇല്ലാതാക്കിയതാണോ? പക്ഷെ അതിനുള്ള തെളിവാണ് പോലീസിന് ഇല്ലാത്തത്. കാരണം അമ്മയുടെ കയ്യിലും അതുപോലെ കാർത്തികന്റെ കയ്യിലും കടിയേറ്റ പാടുകളുമില്ല. അവരുടെ രണ്ടുപേരുടെ വീട്ടിലും സൈനൈഡിന്റെ ഒരു സാന്നിധ്യവുമില്ല. അതുപോലെ തന്നെ കളവ് പോയി എന്ന് ടോമി പറയുന്ന മാല ആ 2 വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ ആ 28-ാം തീയതി പകൽ അത് തന്നെ ആലോചനയായി. അങ്ങനെ ആ സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മുറിയിൽ അവരെങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാള് അവിടെ വന്ന് പുറത്തു നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയപ്പെട്ടു. പോലീസ് വളരെ രഹസ്യമായി അയാളെ നിരീക്ഷിക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു ലീവ് ലെറ്ററൊക്കെ എഴുതി ഈ കാർത്തികൻ കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊരു കൗതുകം പോലീസിന് ആ വിഷയത്തിലുണ്ടായി. പോലീസ് കാർത്തികനുമായി നേരെ പോയത് ആലുവയിലെ കാർത്തികൻ വർക്ക് ചെയ്യുന്ന ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിലേക്കാണ്. കാർത്തികൻ ലൈൻമാനാണ്. ലൈൻമാൻ എന്ന നിലയിൽ കാർത്തികന് ഒരു സീറ്റൊക്കെ ഉണ്ട്. കാർത്തികൻ ഇരിക്കുന്ന സ്ഥലം, കാർത്തികൻ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്ന സ്ഥലം, ഡ്രസ്സ് വയ്ക്കുന്ന സ്ഥലം, അതുപോലെ ഭക്ഷണം വയ്ക്കുന്ന സ്ഥലം, ഇതൊക്കെ കൃത്യമായിട്ടും അറിയാൻ പറ്റും. ഓരോ ആളിലും ഓരോ സ്ഥലമുണ്ടെന്ന് അർത്ഥം. പോലീസ് വെറുതെ ഒരു എറിഞ്ഞു നോക്കുന്നതാണ്. എന്തെങ്കിലും കാർത്തികൻ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒളിപ്പിക്കാൻ ഏറ്റവും സാധ്യത അവന്റെ ഓഫീസിലാണെന്നുള്ള ഒരു തോന്നൽ പോലീസിന് ഉണ്ടായതുകൊണ്ടാണ് പോലീസ് യഥാർത്ഥത്തിൽ അവനുമായി ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിലേക്ക് വന്നത്. പോലീസിന്റെ ആ വരവ് വെറുതെ ആയില്ല. അവിടെ അവർക്ക് ഒരു ചെറിയ ഡെപ്പിക്കുള്ളിൽ നിന്ന് ടോമിയുടെ ഭാര്യ മെർലിന്റെ മിസ്സായ മാല കിട്ടി. ആ മാല ആരും കാണാതെ അവിടെ കാർത്തികൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ മാല പോലീസ് അവിടെ നിന്ന് കണ്ടെടുത്തോടുകൂടി അതുവരെയുള്ള കാർത്തികന്റെ ഡിഫൻസ് പൂർണ്ണമായി അഴിഞ്ഞു വീണു. കാർത്തികൻ ആ മാല വെച്ച സ്ഥലത്തുനിന്ന് മാല കാർത്തികൻ തന്നെ എടുത്ത് പോലീസിന് കൊടുക്കുകയായിരുന്നു. അതിന് 2 സാക്ഷികളെ കൂടി പോലീസ് സംഘടിപ്പിക്കുകയും അവരെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിക്കുകയും ചെയ്തു. ആ ഓഫീസിലെ സൂപ്രണ്ടും പിന്നെ മറ്റൊരു ലൈൻമാനുമാണ് ഒപ്പിട്ടത്. ടോമിയുടെ ഭാര്യയുടെ ശേഖരത്തിൽ ഉണ്ടായിരുന്ന മാല ഇതാ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിന്റെ ആലുവയിലെ ഓഫീസിനകത്തുനിന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. മാല എന്തായാലും ടോമിയുടെ വീട്ടിൽ നിന്ന് പറന്ന് അവിടെ എത്തൂലല്ലോ. അത് കാർത്തികൻ എടുത്തുകൊണ്ട് വെച്ചതാണ്. കാർത്തികൻ ആ വീട്ടിൽ നിന്നും മാല എടുക്കണമെങ്കിൽ കാർത്തികനായിരിക്കണം അവരെ കൊന്നത്. അങ്ങനെ ഒരു തിയറി പോലീസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ അപ്പോഴും പോലീസിനുണ്ട്. കാർത്തികന്റെ വിരലുകളിൽ കടിയേറ്റന്റെ ഒരു പാടുമില്ല. അതുമാത്രമല്ല ടോമിയുടെ എതിർ വീട്ടുകാരൻ അസന്നിഗ്ധമായി ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അന്ന് അയാൾ കണ്ടത് കാർത്തികേയനെ അല്ല എന്ന്. പക്ഷേ ഒരു നിർണായക തെളിവ് പോലീസിന്റെ കയ്യിലുണ്ട്. ടോമിയുടെ ഭാര്യയുടെ ആ മാല ടോമിയുടെ ഭാര്യയുടേതാണെന്ന് അറിയാൻ ടോമി തന്നെ പരിശോധിക്കണമല്ലോ. പോലീസ് കാർത്തികനെയും മാലയുമായി നേരെ ടോമിയുടെ വീട്ടിലെത്തി. ടോമി ആ നിമിഷം തന്നെ ആ മാല തിരിച്ചറിഞ്ഞു. കാർത്തികന്റെ കയ്യിൽ നിന്നാണ് ആ മാല കിട്ടിയെന്ന് അറിഞ്ഞതും നാട്ടുകാരും ഒക്കെ ആകെ അമ്പരന്ന് പോവുകയാണ്.
കാർത്തികന്റെ കയ്യിൽ നിന്ന് ആ മാല കിട്ടിയിരിക്കുന്നു എന്നുള്ള വിവരം ചെറിയൊരു സംഭവമല്ല. എന്തായാലും അവസാനം ആ മാല എങ്ങനെ കാർത്തികന്റെ കയ്യിൽ വന്നു എന്ന് പറയാൻ കാർത്തികേയൻ നിർബന്ധിതനായി. കാർത്തികേയനെ ആ മാല കൊടുത്തത് അമ്മിണിയാണെന്നുള്ള കാര്യം കാർത്തികേയൻ പോലീസിനോട് സമ്മതിച്ചു. പോലീസ് അമ്മിണിയെ ചോദ്യം ചെയ്തു. അമ്മിണിക്ക് ആ മാല എങ്ങനെ കിട്ടി? അതിനൊരു ഉത്തരം അമ്മിണി പറഞ്ഞല്ലേ പറ്റൂ. സർ, അത് പിന്നെ ഞാൻ പറയാതിരുന്നതാണ്. കുറച്ചു ദിവസം മുമ്പ് എനിക്ക് പൈസ ആവശ്യം വന്നപ്പോൾ ഞാൻ മെറിന്റെ കയ്യിൽ നിന്ന് ഈ മാല കടം വാങ്ങിച്ചതാണ്. അമ്മിണി ആ ഉത്തരം പറയുന്ന സമയത്ത് കാർത്തികേയൻ അമ്മിണിയുടെ അടുത്തില്ല. പോലീസ് കാർത്തികനോട് ചോദിച്ചു, നിനക്ക് എന്നാ മാല കിട്ടിയത്? സർ, അത് ഈ മരണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് കിട്ടിയത്. ജൂൺ 24-നാണ് കാർത്തികന് ആ മാല കിട്ടിയത്. കാർത്തികയിൽ നിന്ന് ലഭിച്ച ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അമ്മിണിയെ ചോദ്യം ചെയ്യുമ്പോൾ അമ്മിണി പോലീസിനോട് പറഞ്ഞത് അവൾക്ക് നേരത്തെ മാല കിട്ടിയിരുന്നു. പക്ഷേ പെട്ടെന്ന് മെർലിൻ മരിച്ച വിവരം അറിഞ്ഞപ്പോൾ തൻ്റെ കയ്യിൽ മെർലിന്റെ മാല ഇരിക്കുന്നത് കണ്ടാൽ തന്നെ ആരെങ്കിലും സംശയിക്കുന്ന കരുതി അവള് അത് കാർത്തികന് കൊടുത്തതാണെന്നാണ്. വളരെ ഭംഗിയായ ഒരു അലിബി അമ്മിണിക്ക് കൃത്യമായി പറയാൻ പറ്റി. അവൾ പറയുന്ന ആ കാര്യത്തിൽ ഒരു വാസ്തവമുണ്ടെന്ന് അത് കേൾക്കുന്ന ആർക്കും തോന്നും. മെർലിൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. മെർലിനാണ് ആ മാല അമ്മിണിക്ക് കൊടുത്തതെങ്കിലും ആ മാല അമ്മിണിയുടെ കൈവശം ഇരിക്കുന്ന കണ്ടാൽ ആരായാലും അമ്മിണിയെ സംശയിക്കും. ആ മാല ആരും അറിയാതെ വിറ്റ് കളയാനായിട്ടാണ് അമ്മിണി കാർത്തികന് കൊടുത്തത്. കാർത്തികനോട് കാര്യം പറഞ്ഞിരുന്നതുകൊണ്ട് കാർത്തികൻ ആരും പരിശോധിക്കാൻ സാധ്യതയില്ല എന്ന് തോന്നിയ ഒരു സ്ഥലത്ത് കൊണ്ട് മാല ഒളിപ്പിച്ചു വെച്ചതാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുമ്പോൾ ആ മാല എന്തെങ്കിലും ചെയ്യാം, അങ്ങനെയാണ് കാർത്തികൻ കരുതിയത്. പക്ഷെ പോലീസ് ആ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിനുള്ളിൽ നിന്ന് ആ മാല പിടിച്ചെടുക്കുമെന്ന് അവൻ തീരെ കരുതിയിരുന്നില്ല. പോലീസ് വലിയ സന്തോഷത്തോടു കൂടിയാണ് ആ മാലയൊക്കെ എടുത്തതും അമ്മിണിയെ ചോദ്യം ചെയ്തതും. പക്ഷെ പെട്ടെന്ന് അമ്മിണിയുടെ മറുപടി അങ്ങനെ വന്നതും പോലീസിന്റെ അന്വേഷണം അവിടെ അങ്ങ് അവസാനിച്ചു. അമ്മിണിയുടെ മറുപടി കൊണ്ട് പോലീസിന്റെ അന്വേഷണം ഏതാണ്ട് അവസാനിച്ചപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അമ്മിണിയോട് ചോദിച്ചു, ഞങ്ങൾ നിന്നോട് നേരത്തെ ഈ വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നീ എന്തേ ഇത് ഞങ്ങളോട് പറയാതിരുന്നു? സർ, ഞാനത് പറഞ്ഞാൽ എന്നെ സംശയിക്കില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഞാനും ഈ മെർലിനുമായിട്ട് പലപ്പോഴും കുറേശ്ശെ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ടോമിയുമായിട്ട്. സ്വാഭാവികമായിട്ടും പോലീസ് എന്നെ സംശയിക്കും, അതെനിക്കറിയാം. അമ്മിണിക്ക് എല്ലാത്തിനും മറുപടി ഉണ്ട്. പോലീസാണെങ്കിൽ അമ്മിണിയും കാർത്തികനുമായി ഇങ്ങനെ ചുറ്റുകയാണ്. അവർക്ക് മുന്നോട്ട് നീങ്ങാനേ പറ്റുന്നില്ല. പക്ഷെ അവർക്കൊരു സംശയമുണ്ട്, അമ്മിണിക്ക് ഇതിനകത്ത് എന്തോ ബന്ധമുണ്ടെന്ന്. എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് അറിയത്തുമില്ല. അപ്പോഴാണ് പോലീസിന് ആദ്യം അമ്മിണി പറഞ്ഞ ആ സംഭവം ഓർമ്മ വന്നത്. സംഭവ ദിവസം വൈകുന്നേരം തരകൻസ് ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞു പോയ അമ്മിണി തരകൻ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ മഴ പെയ്തുകൊണ്ട് തിരിച്ചു പോന്നു എന്നാണ് പറഞ്ഞത്. തിരിച്ച് അവള് വീട്ടിലേക്ക് എത്തിയത് എപ്പോഴാണ് എന്നൊരു അന്വേഷണം നടത്തി നോക്കാൻ പോലീസ് തീരുമാനിച്ചു. പോലീസ് അമ്മിണിയുടെ വീടുമായി ബന്ധപ്പെട്ട് സമീപത്തുള്ള ആളുകളൊക്കെ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അവർ ആ കാര്യങ്ങൾ ഓർത്തെടുത്തപ്പോൾ ഒരാൾ പറഞ്ഞു, സർ, ഏകദേശം ഒരു 8:30 മണിയോടുകൂടി അമ്മിണി വീട്ടിലേക്ക് കയറി പോകുന്നതായി ഞാൻ കണ്ടായിരുന്നു. നേരത്തെ പോലീസ് ചോദിച്ചപ്പോൾ അവൻ ആ കാര്യം പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവൻ അത് പോലീസിനോട് പറഞ്ഞു. ഏകദേശം ഒരു 7 മണിയോട് അടുപ്പിച്ചാണ് തരകൻസ് ഹോസ്പിറ്റലിലേക്ക് അമ്മിണി പോയത്. തരകൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് മഴ പെയ്തുകൊണ്ട് തിരിച്ചു പോന്നു എന്ന് പറഞ്ഞ അമ്മിണി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ 8:30 മണിയാണ്. ഏകദേശം 1.5 മണിക്കൂറുള്ള സമയം മഴയത്ത് അമ്മിണി എവിടെയായിരുന്നു? അന്വേഷണ ഉദ്യോഗസ്ഥർ ആ ചോദ്യം പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ഒരു ധാരണ ഉറപ്പാക്കിയതിനു ശേഷം അമ്മിണി ചോദ്യം ചെയ്തു തുടങ്ങി. ആദ്യമൊക്കെ പിടിച്ചു നിൽക്കാൻ അമ്മിണി കാര്യമായി ശ്രമിച്ചെങ്കിലും അവസാനം ആ 1.5 മണിക്കൂർ സമയം വിശദീകരിക്കുന്നതിൽ അവൾക്ക് ഒരുപാട് പാളിച്ചകൾ പറ്റി. അവളുടെ ഓരോ മറുപടിയും പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധിക നേരം പിടിച്ചു നിൽക്കാൻ അമ്മിണിക്ക് പറ്റിയില്ല. അവസാനം അമ്മിണി പോലീസിനോട് അവൾ ആ ക്രൈമിന്റെ ഭാഗമാണെന്നുള്ള കാര്യം സമ്മതിക്കുക തന്നെ ചെയ്തു. കൂടോത്രം ഫലിക്കാതെ വന്നപ്പോൾ അമ്മിണി ഈ ടോമിയുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ചിട്ടിരിക്കുമ്പോഴാണ് അവൾക്ക് ജോണി എന്ന് പേരുള്ള ഒരാളുമായി ബന്ധമുണ്ടാകുന്നത്. ഭർത്താവില്ലാത്ത സ്ത്രീകളുമായി സ്വാഭാവികമായി അടുപ്പം ഉണ്ടാക്കാൻ പുരുഷന്മാർക്ക് വല്ലാത്തൊരു ഇഷ്ടം വരുമല്ലോ. അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയ വ്യക്തിയാണ് ഈ ജോണി. ആ ജോണിയോട് സംസാരിച്ചു വരുമ്പോൾ തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അമ്മിണി ജോണിയോട് പങ്കുവച്ചപ്പോൾ ജോണിയാണ് വിഷം കൊടുത്ത് ടോമിയുടെ കുടുംബത്തെ ഇല്ലാതാക്കാനുള്ള ഒരു പരിപാടി അമ്മയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിച്ചെന്ന് മാത്രമല്ല, ജോണി വിഷം വാങ്ങിച്ച് അമ്മിണിക്ക് കൊടുക്കുകയും ചെയ്തു. ഡാബ് എന്ന പേരുള്ള ഒരു കീടനാശിനിയും കുറച്ച് ക്ലോറോഫോമും കുറച്ച് പഞ്ഞിയൊക്കെ ആയിട്ട് ജോണിയും അമ്മിണിയും കൂടി ടോമിയുടെ വീട്ടിൽ പോയിരുന്നു. അന്ന് മെയ് 29. മെയ് 29 വൈകുന്നേരമാണ് അവര് മെർലിന്റെ വീട്ടിലെത്തിയത്. മെർലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മെർലിനെ അടുക്കളയിലേക്ക് കൊണ്ടുപോകുക, അവിടെ വെച്ച് മെർലിനെ അവസാനിപ്പിക്കുക, അതായിരുന്നു അവരുടെ ടാർഗറ്റ്. അവരങ്ങനെ തയ്യാറെടുപ്പോടുകൂടി ആ കൃത്യത്തിലേക്ക് കടക്കാൻ പോകുന്ന ആ നിമിഷത്തിലാണ്
ഈ ടോമിയുടെ കടയിലെ ഒരു ജീവനക്കാരൻ അവിടേക്ക് വന്നത്. ടോമിക്ക് 3 കടകളാണല്ലോ, അത് ഒരു കടയിൽ എപ്പോഴും ടോമി കാണും. ബാക്കി കടകളിലെ ജീവനക്കാർ കട പൂട്ടി താക്കോലും പണവും അവിടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന പതിവുണ്ട്. അങ്ങനെ താക്കോലുമായി ഒരു ജീവനക്കാരൻ അവിടെ എത്തിയപ്പോഴാണ് അയാൾ അമ്മിണിയെയും കൂടെയുള്ള ജോണിയെയും കണ്ടത്. ആ ആളെ കണ്ടതുകൊണ്ട് അന്ന് ആ പരിപാടി ഉപേക്ഷിച്ച് അമ്മിണിയും ജോണിയും കൂടി മടങ്ങിയിരുന്നു. ടോമിയെയും കുടുംബത്തെ അവസാനിപ്പിക്കാൻ കൂട്ടുനിന്നാൽ ജോണിക്ക് ഒരു പ്രതിഫലം കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ജോണി അമ്മിണിക്കൊപ്പം നിന്നത്. പക്ഷേ ജോണിയും അമ്മിണിയും കൂടെ വിചാരിച്ചിട്ട് ആ പരിപാടി നടക്കാതെ വന്നതും ജോണിയുടെ സുഹൃത്തായ തോമസിനെ ജോണി കൂടെ കൂട്ടി. തോമസിന് 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അയാൾ അവർക്കൊപ്പം കൂടിയത്. തോമസ് ആള് ബുദ്ധിയുള്ള ആളാണ്, ഭയങ്കര ബുദ്ധിയാണ്. ആ ഭയങ്കര ബുദ്ധിക്കാരൻ അവരുടെ സംഘത്തിന്റെ ഭാഗമായി ചേർന്നതും അയാൾ ചില ഐഡിയകളൊക്കെ പറഞ്ഞു. എക്കാലക്സും അതുപോലെ വേറൊരു കീടനാശിനിയും സജസ്റ്റ് ചെയ്തത് തോമസ് ആണ്. അവരാദ്യം സെലക്ട് ചെയ്ത കീടനാശിനിയേക്കാൾ ഒരുപാട് ഇഫക്റ്റീവാണ് എക്കാലക്സും അതിനൊപ്പമുള്ള കീടനാശിനി. തോമസ് പറഞ്ഞതനുസരിച്ച് ജോണി എക്കാലക്സും അതിനൊപ്പമുള്ള കീടനാശിനിയും സംഘടിപ്പിച്ചു. ആ 2 കീടനാശിനികളും മിക്സ് ചെയ്ത് ഒരു മിശ്രിതമാക്കിയതിന് ശേഷം ജോണി തോമസിനെയും കൂട്ടി അമ്മിണിക്കൊപ്പം ജൂൺ 10-ാം തീയതി മെർലിന്റെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ സന്ധ്യ കഴിഞ്ഞിട്ടുണ്ട്. അമ്മിണിയാണ് ആദ്യം മെർലിന്റെ വീട്ടിലേക്ക് പോയത്. അമ്മിണി ചെന്ന് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അമ്മിണിയെ കാണാനെന്ന വ്യാജേന ആദ്യം ജോണിയും പുറകെ തോമസും ചെല്ലുക എന്നതാണ് അവരുടെ ഐഡിയ. ആ ഐഡിയയുടെ അടിസ്ഥാനത്തിൽ ജോണി ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ജോണി കാണുന്നത് ആ വീട്ടിൽ മെർലിനൊപ്പം മറ്റൊരു വ്യക്തി കൂടിയാണ്. ടോമിയുടെ സഹോദരി ജോസഫൈൻ അവിടെ മെർലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സമീപത്തായി അമ്മിണിയുണ്ട്. അമ്മിണിയുടെയും ജോണിയുടെയും കണ്ണുകൾ തമ്മിൽ ഒന്ന് ഇടഞ്ഞു. അവർ പ്രതീക്ഷിക്കുന്ന കാര്യം അന്നവിടെ നടപ്പാക്കാൻ പറ്റില്ല എന്ന ഒരു ലക്ഷണം അമ്മയുടെ കണ്ണുകളിൽ നിന്ന് ജോണിക്ക് കിട്ടിയതും ജോണി ഗേറ്റിന് സമീപത്ത് മറഞ്ഞു നിൽക്കുന്ന തോമസിനോട് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു. അവിടുന്ന് മാറാനുള്ള ആക്ഷനാണ് യഥാർത്ഥത്തിൽ ജോണി കാണിച്ചത്. ഇരുട്ടത്ത് ഈ കാര്യങ്ങളൊന്നും ജോസഫൈനോ മെർലിനോ ശ്രദ്ധിച്ചിരുന്നില്ല. മെർലിനോടും ജോസഫൈനോടും യാത്ര പറഞ്ഞിട്ട് അമ്മിണി അവിടുന്ന് ജോണിയുമായി പുറത്തേക്കിറങ്ങി. അവര് ഗേറ്റിനടുത്തെത്തുമ്പോൾ ഗേറ്റിന്റെ മറുഭാഗത്ത് പതുങ്ങി നിന്ന തോമസ് അവർക്കിപ്പം പതുക്കെ ആരും അറിയാതെ കൂടെ നടന്നു പോകുന്ന തോമസിനെ യഥാർത്ഥത്തിൽ മെർലിനോ ജോസഫിനോ കണ്ടില്ല എന്നതാണ് സത്യം. 2 തവണയാണ് മെർലിനെയും കുടുംബത്തെ അവസാനിപ്പിക്കാൻ അമ്മിണി പദ്ധതി ഉണ്ടാക്കിയത്. 2ഉം പൊളിഞ്ഞു. അമ്മിണി ശരിക്കും വിഷമത്തോടു കൂടിയാണ് അമ്മിണിയുടെ വീട്ടിൽ മടങ്ങിയെത്തുന്നത്. അമ്മിണിയുടെ വീട്ടിൽ തന്നെ അല്പസമയം കഴിഞ്ഞതും ബാക്കി 3 പേരും ഒന്നിച്ചുകൂടി. കാർത്തികേയനും തോമസും ജോണിയും. ആ 4 സംഘം അടുത്ത പരിപാടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതുവരെ വളരെ കുറച്ച് നിർദ്ദേശങ്ങൾ മാത്രം മുന്നോട്ട് വെച്ച കാർത്തികേയൻ നിർണായകമായ ഒരു നിർദ്ദേശം വെച്ചു. ആളെ കൊല്ലാൻ പറ്റിയ പരിപാടി സൈനൈഡാണ്. സൈനൈഡിനെ കുറിച്ച് കേട്ടതും തോമസ് അവരോട് പറഞ്ഞു, സൈനൈഡ് ആണെങ്കിൽ ഞാൻ സംഘടിപ്പിക്കാം. അയാൾക്ക് ഈ സ്വർണ്ണ പണിക്കാരുമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധത്തിലൂടെ സൈനൈഡ് സംഘടിപ്പിക്കാൻ വളരെ ഈസി ആയിട്ട് തോമസിന് പറ്റും. തോമസ് അക്കാര്യം ഏറ്റതും ഈ സൈനൈഡ് വർക്ക് ചെയ്യൂ എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഒരു പൂച്ചയെ സംഘടിപ്പിക്കാനുള്ള ദൗത്യമേറ്റത് ജോണിയാണ്. അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ തന്നെ തോമസ് സൈനൈഡ് സംഘടിപ്പിച്ചു, ജോണി പൂച്ചയും. സൈനൈഡിന്റെ ഒരു ചെറിയ അംശം ആ പൂച്ചയ്ക്ക് അവർ കൊടുത്തപ്പോൾ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് പൂച്ച വേഗവും മരിച്ചു. ചത്ത പൂച്ചയെ അമ്മിണിയുടെ പറമ്പിൽ തന്നെ അവരൊരു കുഴിയെടുത്ത് അടക്കുകയും ചെയ്തു. പൂച്ചയുടെ ആ മരണം അവരുടെ പദ്ധതി വിജയിക്കുമെന്നുള്ളതിന്റെ സർവ്വ സൂചനയും അവർക്ക് നൽകി. ഇനി വേണ്ടത് അനുയോജ്യമായ ഒരു തീയതിയാണ്. ആ തീയതിയിൽ മെർലിനെ കൂട്ടരെ അവസാനിപ്പിക്കുക. അതിനുശേഷം ടോമിയും 4 പേരെയും തീർത്തു കഴിഞ്ഞാൽ അതോടുകൂടി ആ സമ്പത്തിൽ നല്ലൊരു ഭാഗം തനിക്ക് കിട്ടുമെന്ന് അമ്മിണിക്കറിയാം. അമ്മിണി അതിന്റെ ഒരു കാൽക്കുലേഷനൊക്കെ നടത്തിയപ്പോൾ കാർത്തികനും അതുപോലെ തോമസിനും കൂടുതലുള്ള ജോണിക്കൊക്കെ അവരുടെ വിഹിതം വലുതാകുന്ന ആ സ്വപ്നം അങ്ങനെ കയറി വരികയാണ്. അങ്ങനെ അവരുടെ പദ്ധതി അനുസരിച്ച് ജൂൺ 23-ന് ഏകദേശം ഒരു 6:45 അമ്മിണി അവളുടെ വീട്ടിൽ നിന്ന് മെർലിന്റെ വീട്ടിലെത്തി. മെർലിനോട് അമ്മിണി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഴ നന്നായി പെയ്യുകയാണ്. ആ മഴയത്ത് അമ്മിണിയെ കാണാനെന്ന വ്യാജേന ജോണിയും തോമസും കൂടി ആ വീട്ടിലെത്തി. ജോണിയെ നേരത്തെ തന്നെ അമ്മിണിക്കൊപ്പം കണ്ടിട്ടുള്ളത് കൊണ്ട് മെർലിന് വേറെ സംശയമൊന്നും ഉണ്ടായില്ല. മഴയത്ത് ഓടിയാണ് അവരവിടെ എത്തിയത്. അവരവിടെ നിൽക്കുമ്പോഴേക്കും മഴ അങ്ങ് വർദ്ധിക്കുകയും ചെയ്തു. അതിശക്തമായ ആ മഴ തകർത്ത് പെയ്യുമ്പോൾ ജോണി മെർലിനോട് കുറച്ച് വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു. വെള്ളം എടുക്കാനായി മെർലിൻ അടുക്കളയിലേക്ക് നീങ്ങിയതും ജോണിയും തോമസും അവരെ അനുഗമിച്ചു. തന്റെ പുറകെ വീട്ടിനകത്തേക്ക് ആള് കയറിയ വിവരം അറിയാതെ മെർലിൻ അടുക്കളയിലേക്ക് ചെന്ന് വെള്ളമൊഴിച്ച് ഗ്ലാസുമായി തിരിഞ്ഞതും ആ ഗ്ലാസ്സിൽ ജോണി അങ്ങ് പിടിച്ചു. പെട്ടെന്ന് തന്റെ മുന്നിൽ ആ ചെറുപ്പക്കാരെ കണ്ടതും മെർലിൻ ഒന്ന് പതറി. ആ ഗ്ലാസ് കൈകൊണ്ട് പിടിച്ച ജോണി ആ ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ചു.
ഈ നിമിഷത്തിൽ തോമസ് ശബ്ദമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി മെർലിന്റെ വാ പൊത്തിപ്പിടിക്കാൻ ശ്രമിച്ചതും മെർലിൻ തോമസിനെ കടിക്കാൻ ശ്രമിച്ചതും തോമസ് കൈ പിൻവലിച്ച ആ നിമിഷത്തിലാണ് മെർലിൻ കരയാതിരിക്കാൻ വേണ്ടി ജോണി കൈകൊണ്ട് മെർലിനെ വാ പൊത്തുന്നത്. കടി കിട്ടിയത് ജോണിക്കാണ്. ശരിക്കും തോമസിനെ കടിക്കാനാണ് മെർലിൻ ശ്രമിച്ചതെങ്കിലും കടി ജോണിക്ക് കാര്യമായി കിട്ടി. കൈ തിരിച്ചതും അയാളുടെ കൈയുടെ പുറകുവശത്ത് കടി കിട്ടി, മുൻഭാഗത്തും കടി കിട്ടി. ജോണിയുടെ കയ്യിൽ കടി കിട്ടിയതും അവൻ കൈ പിൻവലിച്ച ആ നിമിഷത്തിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ മെർലിൻ ഒരു ശ്രമം നടത്തുമ്പോഴേക്കും തോമസ് അവളെ കയറി വട്ടം പിടിച്ചു. തോമസിനെ മുട്ടുകൊണ്ട് അതിശക്തമായി മെർലിൻ ആഞ്ഞിടിച്ചെങ്കിലും ജോണിയും തോമസും ചേർന്ന് മെർലിനെ ബലമായി പിടിച്ചിട്ട് അവരെ കയ്യിൽ കരുതിയിരുന്ന ആ സൈനൈഡ് അവരുടെ വായിലേക്ക് ഒഴിക്കുകയും ചെയ്തു. സൈനൈഡ് വായിലേക്ക് വീണ് ഏതാനും സെക്കൻഡുകൾ അത്രയും വേണ്ടി വന്നുള്ളൂ മെർലിൻ നിശബ്ദനാകാൻ. ഈ സമയത്ത് മുറിയിൽ കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ അടുത്തേക്ക് അവരുടെ ബന്ധു കൂടിയായ അമ്മിണി ചെന്നിരുന്നു. കുട്ടികൾ എന്ത് പഠിക്കുകയാണെന്ന് അവരോട് ചോദിച്ചുകൊണ്ട് അമ്മിണി നിൽക്കുകയാണ്. അടുക്കളയിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ അകത്തെ മുറിയിലുള്ള കുട്ടികളുടെ ശ്രദ്ധപ്പെടാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ അമ്മിണി അകത്തേക്ക് കയറി വാതിൽ അങ്ങ് ചാരിയത്. പുറത്ത് തകർത്ത മഴയുമാണ്. അതുകൊണ്ട് തന്നെ അടുക്കളയിലെ ശബ്ദം ആ കുട്ടികളുടെ ശ്രദ്ധയിലോട്ട് പെട്ടതുമില്ല. ആൻറ്റിയായ അമ്മിണിയെ കണ്ടപ്പോൾ സന്തോഷത്തോടെ കുട്ടികൾ ആൻറ്റിയോട് കലബല സംസാരിക്കുമ്പോഴേക്കും വാതിൽ തുറന്ന് ജോണി അകത്തേക്ക് വന്നു. പിന്നീട് അധിക സമയം ആ കുട്ടിക്ക് ആയുസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ രണ്ട് കുട്ടികളെയും ബലമായി സൈനൈഡ് കഴിപ്പിക്കുകയായിരുന്നു അമ്മിണിയും ജോണിയും ചേർന്ന്. അവര് രണ്ടും നിശ്ചലമായെന്ന് ഉറപ്പായതും ടോമിയുടെ ബെഡ്റൂമിൽ കിടന്ന അമ്മിണി ആ അലമാര തുറന്ന് ഒരു മാല മാത്രം പുറത്തെടുക്കുകയായിരുന്നു. അവർ പ്ലാൻഡായിട്ടാണ് വന്നത്. അവർക്കറിയാം ഏകദേശം 9:30 ടോമി മടങ്ങിയെത്തുമെന്ന്. വീടിനകത്ത് പതുങ്ങിയിരിക്കുന്ന അവർ ടോമി എത്തിയലുടൻ ടോമിയെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചായിരുന്നു. പക്ഷേ ജോണിയുടെ കയ്യിൽ കാര്യമായി കടി കിട്ടിയിരിക്കുകയാണ്. ആ കയ്യിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ട്. ആ വേദന സഹിച്ച് അവിടെ നിൽക്കാൻ ജോണിക്ക് ബുദ്ധിമുട്ടാണെന്ന് ജോണി അമ്മിണിയോട് പറഞ്ഞതും അവിടെയുള്ള പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിവേഗം ജോണിയും അമ്മിണിയും തോമസും ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അമ്മിണി ഏതാണ്ട് കുറ്റസമ്മതം പോലെ കാര്യങ്ങൾ പറഞ്ഞതും പോലീസ് 29-ാം തീയതി അമ്മിണിയുടെയും കാർത്തികേയന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഇപ്പോഴും 2 പ്രതികൾ ഒളിവിലാണ്, ജോണിയും അതുപോലെ തോമസും. അടുത്ത ഒരാഴ്ച കൊണ്ട് 2 പേരെയും പോലീസ് പൊക്കി. അവരെ പൊക്കിയ പോലീസ് അവരുടെ സഹായത്താൽ ഒരു കാര്യം കൂടി കണ്ടെത്തി. അത് ആ സൈനൈഡാണ്. തോമസിന്റെ സഹായത്താലാണ് പോലീസ് ആ സൈനൈഡ് കണ്ടെത്തിയത്. അതൊരു ഹോർലിക്സ് ബോട്ടിലിനകത്തിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതുൾപ്പെടെ പോലീസ് കണ്ടെത്തി. എല്ലാ കാര്യങ്ങളും കൃത്യമായതും FIR സബ്മിറ്റ് ചെയ്യപ്പെട്ടു. വിചാരണ ആരംഭിച്ചു. പെരുമ്പാവൂർ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. വിചാരണ പൂർത്തീകരിച്ചതും വിധി വന്നു. വിധി അമ്മിണിയും കൂട്ടരെയും വെറുതെ വിട്ടുകൊണ്ടാണ്. സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും മറ്റ് തെളിവുകളും ഒക്കെ പോലീസ് വ്യക്തമായി ഹാജരാക്കിയെങ്കിലും അതൊന്നും തന്നെ അമ്മിണിയും കൂട്ടരുമാണ് കൊലപാതകം നടത്തിയെന്ന് തെളിയിക്കാൻ പര്യാപ്തമല്ലെന്നാണ് സെഷൻസ് ജഡ്ജി കണ്ടെത്തിയത്. സെഷൻസ് ജഡ്ജി അതിന് ഒരുപാട് ന്യായങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ആ ന്യായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവരെ വെറുതെ വിട്ടത്. ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും അപ്പീലുമായിട്ട് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി സെഷൻസ് ജഡ്ജിന്റെ വിധി വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചു. പ്രോസിക്യൂഷന് വേണ്ടിയും ഡിഫൻസിന് വേണ്ടിയും കൊടുകെട്ടിയ വക്കീലുമാരാണ് രംഗത്തിറങ്ങിയത്. ശരിക്കും ഒരു വാദപ്രതിവാദ യുദ്ധം തന്നെ കോടതി നടന്നു എന്ന് പറയാം. അതിന്റെ അടിസ്ഥാനത്തിൽ 1987 ഓഗസ്റ്റിൽ ഹൈക്കോടതി അവരുടെ വിധി പ്രഖ്യാപിച്ചു. സെഷൻസിന്റെ വിധി ഒന്നൊന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് സെഷൻസ് ജഡ്ജിക്ക് ഓരോ സ്ഥലത്തും തെറ്റുപറ്റിയെന്ന് വിശദമാക്കിക്കൊണ്ടുള്ള വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. സെഷൻസ് ജഡ്ജിയുടെ മുന്നിലെത്തിയ ആ സൈനൈഡ് ഒരു ഹോർലിക്സ് ഡപ്പിക്കകത്താണ് ഇരുന്നത്. യഥാർത്ഥ ഡപ്പിയാണ് കണ്ടെത്തിയത്. അതിനെ ഹോർലിക്സ് ഡപ്പിക്കകത്താക്കി മാറ്റിയത് പോലീസാണ്. ഒരു കാരണവശാലും അത് ഒരു തെളിവായി സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് സെഷൻസ് ജഡ്ജി വിധിച്ചത്. ഹൈക്കോടതി അതിനെ തള്ളി പറഞ്ഞു. ഒരു തൊണ്ടി വസ്തുവിനെ ഏത് കണ്ടെയ്നറിൽ വേണമെങ്കിലും പോലീസിന് സൂക്ഷിക്കാനും അത് സീൽ ചെയ്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനുമുള്ള അവകാശമുണ്ട്. ഹോർലിക്സ് ഡപ്പിക്കകത്ത് വെച്ചതുകൊണ്ട് അത് തെളിവായി പരിഗണിക്കില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധവും വിവരക്കേടുമാണ്. സെഷൻസ് ജഡ്ജി കാണിച്ചത് വിവരക്കേടാണെന്നാണ് ഹൈക്കോടതിയുടെ വിധി. രണ്ടാമതായി സെഷൻസ് ജഡ്ജി പറഞ്ഞ ഒരു കാര്യം സ്വർണ്ണ മാലയുമായി കണക്ട് ചെയ്താണ്. ആ സ്വർണ്ണമാല കണ്ടെത്തിയിരിക്കുന്നത് ടെലിഫോൺ എക്സ്ചേഞ്ചിലെ കാർത്തികേയന്റെ മുറിക്കുള്ളിൽ നിന്നാണ്. ആ
അത് പോലീസ് കൊണ്ടുവച്ചതാണെന്നാണ് സാക്ഷികൾ കോടതി പറഞ്ഞത്. ആ സാക്ഷികൾ രണ്ടും കള്ളസാക്ഷികളാണെന്ന് ഹൈക്കോടതി വിചാരണ നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്തു. അതോടുകൂടി ആ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ആ മാലയ്ക്കെതിരായിട്ട് സെഷൻസ് ജഡ്ജി പറഞ്ഞ ആ ന്യായം നിലനിൽക്കുന്ന അല്ല എന്ന നിഗമനത്തിലേക്ക് ഹൈക്കോടതി എത്തി. മൂന്നാമത്തെ കാര്യം കൈയക്ഷരവുമായി ബന്ധിപ്പിച്ചാണ്. കൈയക്ഷരത്തെ പരിഗണിക്കേണ്ടതേ ഇല്ല എന്ന ശൈലിയിലായിരുന്നു സെഷൻസ് ജഡ്ജിയുടെ വിധിയുടെ ന്യായം. പക്ഷേ ഹൈക്കോടതിയിൽ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ അമ്മിണിയെ കൊണ്ട് എഴുതിപ്പിച്ച് ഹൈക്കോടതി തന്നെ സ്വയം ബോധ്യപ്പെടുകയായിരുന്നു അമ്മിണി തന്നെയാണ് കാർത്തികേയന് ആ കത്ത് എഴുതിയെന്നുള്ള കാര്യം. നാലാമതായി ആ മന്ത്രവാദികൾ ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അമ്മിണിയെ ഏൽപ്പിച്ചിരുന്നുള്ള കാര്യം അവർ ഹൈക്കോടതിയിലും ആവർത്തിച്ചു. അവരുടെ ആ മൊഴികൾ തള്ളിപ്പറയാൻ ഒരു നിർവാഹവുമില്ല എന്ന കാര്യം ഹൈക്കോടതി മുഖവിലേക്ക് എടുത്തപ്പോൾ സെഷൻസ് അത് തള്ളിക്കളയുകയായിരുന്നു. അഞ്ചാമതായി താക്കോല് കൊണ്ടു കൊടുക്കാൻ വന്ന ആളുടെ മൊഴിയാണ്. അത് വ്യാജമൊഴിയാണെന്നാണ് സെഷൻസ് പറഞ്ഞത്. പക്ഷെ അത് ശരിയായ മൊഴിയാണെന്ന് ഹൈക്കോടതി എടുത്തു. ആറാമതായി ജോസഫൈൻ്റെ മൊഴിയാണ്. ജൂൺ 10 ജോസഫൈൻ ഈ ജോണിയും അമ്മിണിയും ഒരുമിച്ച് മെർലിൻ്റെ വീട്ടിൽ കണ്ടു എന്നുള്ള കാര്യം കളവാണെന്നാണ് സെഷൻസ് കണ്ടെത്തിയത്. പക്ഷെ അത് ശരിയാണെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. സെഷൻസ് ഈ പ്രതികളെ വെറുതെ വിടാനായി എടുത്ത എല്ലാ കാര്യങ്ങളും ശരിക്കും സെഷൻസ് നേരെ ചൊവ്വെ പരിഗണിക്കാതെയാണ് എടുത്തെന്നുള്ള നിഗമനത്തിലേക്കാണ് ഹൈക്കോടതി എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ആ പ്രതികൾക്കൊക്കെ ജീവപര്യന്തം തടവ് വിധിച്ചു. അമ്മിണിക്ക് ഭർത്താവില്ല, കുട്ടികൾ മാത്രമാണ് ഉള്ളതെന്നുള്ള ഒറ്റ കാരണത്താൽ വധശിക്ഷ കൊടുക്കാതെ ജീവപര്യന്തവും കോടതി വിധിക്കുകയായിരുന്നു. അമ്മിണി അങ്ങനെ ജയിലിലായിരിക്കുന്ന സമയത്ത് അവർക്ക് പരോള് കിട്ടി. ആ പരോള് കഴിഞ്ഞ് അധികം നാൾ കഴിയുമ്പോൾ ശിക്ഷാ കാലാവധി പൂർത്തീകരിക്കപ്പെടും. പക്ഷേ അമ്മിണി തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ പരോള് കാലഘട്ടത്തിൽ ചെയ്തത്. അവളുടെ വീട്ടിലെത്തിയ അമ്മിണി മറ്റാരും വീട്ടിലില്ലായിരുന്ന സമയത്ത് സ്വയം തീ കൊളുത്തി അവളുടെ ജീവിതം അവസാനിപ്പിച്ചു. ഒരുപാട് ദുരൂഹതകൾ ഉണ്ടായിരുന്ന ഒരു കേസ് പോലീസിൻ്റെ സശസ്ത്രമായ അന്വേഷണത്തിൽ വിദഗ്ധമായി തെളിഞ്ഞതാണ്. പക്ഷെ അതിലെ പ്രതികളുടെ ജീവിതം ആകെ താറുമാറാകുന്ന ഒരു കാഴ്ചയാണ് പിൽക്കാലത്ത് നമ്മൾ കണ്ടത്. അമ്മിണിയുടേത് പോലെ തന്നെ സമാനമായ സാഹചര്യങ്ങളിലൂടെയാണ് ബാക്കിയുള്ളവരും കടന്നുപോയത്. കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്ന ആളുകളുടെ ജീവിതവും അങ്ങനെ സുഗമമായി മുന്നോട്ട് പോകില്ല എന്ന് നമ്മളോട് പറയുന്ന ഒരു കേസായിട്ട് ഇത് പലപ്പോഴും പോലീസിൻ്റെ റെഫറൻസിൽ വരാറുണ്ട്. ഈ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.